السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الذي أنزل القرآن تبيانا الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى الدرس الأخير من سلسلة دورة الأولى من سلسلة دروس اللغة العربية لغير الناطقين بها. ഒന്നാമത്തെ ടേമിലെ അല്ല ഒന്നാമത്തെ സെമസ്റ്ററിന്റെ അവസാനത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് റിവിഷൻ നടത്തി എക്സസൈസ് ഒക്കെ തന്നിട്ടുണ്ട്. എഴുതിയിട്ടവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും, എഴുതാത്തവർക്ക് അതിന്റെ അവരുദ്ദേശം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കിട്ടും എന്നാണ്. ആരെന്തുദ്ദേശിച്ചോ അതാണ് കിട്ടുക എന്ന്. നമ്മുടെ മനസ്സിൽ എന്താണോ കരുതുന്നത് അതാണ് റിസൾട്ട് ആയിട്ട് കിട്ടുക. നമുക്ക് എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടും, എഴുതാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടും. അല്ലേ? നമ്മൾ അമാല് ബിന്നിയാത്ത് എന്നാണ്. അതേപോലെ പരീക്ഷ എഴുതിയാൽ അതിന്റെ റിസൾട്ട് കിട്ടും, പരീക്ഷ എഴുതിയില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടും. പരീക്ഷ എഴുതിയില്ലെങ്കിൽ റിസൾട്ട് കിട്ടും. അല്ലേ? കിട്ടൂലേ? കിട്ടും. എഴുതിയില്ലെങ്കിൽ എങ്ങനെ റിസൾട്ട് കിട്ടുക? അതിൻ്റെതായ റിസൾട്ട് കിട്ടും. അതിൻ്റെതായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ തരുമെന്നല്ല പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടും. അതായത് എഴുതാത്തവർക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും. ഓക്കെ. അപ്പൊ ഈ പാഠത്തിൽ നമ്മളിത് കൺക്ലൂഷൻ ആണ്. ഇതിൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് അൽ മംനൂ മിന സർഫ് എന്ന പേരിൽ തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങൾ, ആ തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങൾ കസ്റും സ്വീകരിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പാഠത്തിൽ അതാണ് പറയാൻ പോകുന്നത്. തൻവീൻ സ്വീകരിക്കാത്ത പദങ്ങൾ കസ്റ് സ്വീകരിക്കുകയില്ല. കസ്റ് വരുന്ന സമയത്ത് അതില് ഫത്തഹത്താണ് കൊടുക്കുന്നത്. കസ്റിന്റെ സ്ഥാനം വരുമ്പോൾ, ഓരോ സ്ഥാനം ഉണ്ടല്ലോ, കസ്റിന്റെ സ്ഥാനം വരുമ്പോൾ അവിടെ ഫത്തഹത്താണ് കൊടുക്കുന്നത്. അപ്പോ അദ്ദർസു സാലിസ് വൽ ഇശ്റൂൻ അൽ മുദരിസ് മൻ അൻത യാ അഖി, ആരാണ് താങ്കൾ? നീ ആരാണ് സഹോദര? അഹ്മദ്. അന ത്വാലിബുൻ ജദീദ്. എന്താർത്ഥം? പുതിയ വിദ്യാർത്ഥിയാണ്, ജദീദാണ്. നമ്മൾ ഗൾഫിലൊക്കെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചോദിക്കും ജദീദ് ജദീദ് ജദീദ്. ആള് പുതിയ ആളാണോ പഠിച്ചു വെച്ചിരുന്നാൽ പ്രയോജനം ചെയ്യും. അൽ മുദരിസ്. മസ്മുക. അഹ്മദ്. ഇസ്മി അഹ്മദു. ത്വാലിബുൻ ജദീദുൻ എന്ന് പറഞ്ഞു. അവിടെ എന്തുണ്ട്? തൻവീനുണ്ട്. അഹ്മദ് തൻവീൻ സ്വീകരിക്കാത്ത പദമാണ്. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുക. തൻവീൻ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇസ്മി അഹ്മദു എന്ന് പറഞ്ഞത്. അന ത്വാലിബുൻ ജദീദുൻ എന്ന് പറഞ്ഞു. അപ്പൊ അടിസ്ഥാനപരമായി തൻവീൻ ഉണ്ട് എന്നാണ് അടിസ്ഥാനം. തൻവീൻ ഇല്ലാത്ത സന്ദർഭം ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ തൻവീൻ ഇല്ല. ഇസ്മി അഹ്മദു, അപ്പോ അഹ്മദു എന്ന് പറഞ്ഞെടുത്ത് തൻവീൻ ഇല്ല. അൽ മുദരിസ്. മിൻ ഐന അൻത. മിൻ ഐന അൻത, വേർ ആർ യു ഫ്രം? നീ എവിടെ നിന്നാണ്? അഹ്മദു. അന മിൻ പാകിസ്ഥാന. അപ്പൊ പാകിസ്ഥാൻ തൻവീൻ സ്വീകരിക്കാത്ത നാമമാണെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അനവധി പദം എന്ന അർത്ഥത്തിലാണ് അതിന് തൻവീൻ സ്വീകരിക്കാത്തത്. ഓരോന്നിനും ഓരോ കാറ്റഗറി ഉണ്ട്. അപ്പൊ തൻവീൻ സ്വീകരിക്കാത്ത പദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഹെഡിങ് എഴുതണം ഡയറിയിൽ. ഡയറി എടുത്തിട്ട് എന്ത് ചെയ്യണം? ഡയറിയുടെ ഒരു പേജ് എടുത്തിട്ട്
അവിടെ മധ്യത്ത് ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പൊ ആ ഡയറിയുടെ സബ് ടൈറ്റില് തന്മീൻ സ്വീകരിക്കാത്ത പദങ്ങൾ. നേരത്തെ നമ്മള് എന്താ പറയുക, ബഹുവചനങ്ങൾ ഇതൊക്കെ എഴുതി വയ്ക്കാൻ പറഞ്ഞല്ലോ. ഓരോന്നിനും ഓരോ സബ് ടൈറ്റിൽ കൊടുക്കുക. ഒരു പേജ് ആ സബ് ടൈറ്റിലായിട്ട് കൊടുക്കുക. അടുത്തത് തന്മീൻ സ്വീകരിക്കാത്ത പദങ്ങൾക്ക് ഒരു പേജിൽ, ഇടയ്ക്ക് കുറെ പേജ് വിട്ടിട്ടാണല്ലോ നമ്മൾ എഴുതുക. അപ്പോൾ ഒരു പേജ് അവിടെ മധ്യത്ത് എന്ത് ചെയ്യുക, തന്മീൻ സ്വീകരിക്കാത്ത പദങ്ങൾ. തന്മീൻ സ്വീകരിക്കാത്ത പദങ്ങളുടെ ഓരോ കാറ്റഗറി, ഓരോ ഇനങ്ങളുണ്ട്. ആ ഇനങ്ങൾക്ക് മുകളിൽ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് അതിന്റെ കാരണം അവിടെ എഴുതിയിരിക്കുക. മുകളിൽ ഒരു കാരണം എഴുതിയിരിക്കുക. അപ്പോ സ്ത്രീകളുടെ നാമങ്ങൾ ഒരു കാരണം എഴുതി, സ്ത്രീകളുടെ നാമങ്ങൾ. എന്നിട്ട് താഴെ നമ്മൾ പഠിച്ച സ്ത്രീകളുടെ നാമങ്ങളൊക്കെ എഴുതിയിരിക്കുക. ഉദാഹരണമായിട്ട് താ ഉള്ള പദങ്ങൾ അവസാനത്തിൽ താ, കെട്ടുള്ള താഴെയുള്ള നാമങ്ങൾ, കെട്ടുള്ള താഴെയുള്ള പ്രോപ്പർ നൗണുകൾ, സ്ഥല വ്യക്തി സ്ഥലനാമങ്ങൾ, കെട്ടുള്ളതായുള്ള വ്യക്തി സ്ഥലനാമങ്ങൾ, എല്ലാ പദങ്ങളും അല്ല, കെട്ടുള്ളതായുള്ള വ്യക്തി സ്ഥലനാമങ്ങൾ, വ്യക്തിയുടെ പേര്, സ്ഥലത്തിന്റെ പേര്. അപ്പൊ അതിൽ ആദ്യം എഴുതേണ്ടത് സ്ത്രീകളുടെ പേര്, ഒരു സബ് ഹെഡിങ് ആണ് ആദ്യം കൊടുക്കുക. അപ്പൊ അവിടെ താഴെ ഉണ്ട് സ്ത്രീകളുടെ പേരുമാണ്. അത് ഇപ്പുറത്തും വരും അപ്പുറത്തും വരാം. അപ്പൊ അങ്ങനെ ഓരോന്നിനും ഇനങ്ങൾ. അഹമ്മദ് എവിടെ വരും? വ്യക്തിയുടെ പേരല്ല. അഹമ്മദ് എന്നുള്ളത് ആ പാറ്റേൺ അഹമ്മദ് എന്നുള്ളത്, അഹമ്മദ് ടൈറ്റിൽ കൊടുക്കുക. അഹമ്മദ്, അഹമ്മദ് എന്ന ഘടനയിലുള്ള എല്ലാ നാമങ്ങളും എന്താണ്? അഹമ്മദ് എന്ന എല്ലാ നാമങ്ങളും തന്മീൻ സ്വീകരിക്കാത്ത നാമങ്ങളാണ്. അത് ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അഹമ്മദ്, അഹമ്മദ്, അഹമ്മദ് പോലുള്ള നാമങ്ങൾ. ഇതിനൊക്കെ വേറെ പേരുണ്ട് കേട്ടോ. നമ്മൾ ആ ടെക്നിക്കൽ പേരിലേക്കല്ല, നമ്മൾ പ്രാക്ടിക്കലി അഹമ്മദ് പോലുള്ള വാക്കുകൾ എല്ലാം എന്താണ്? തന്മീൻ സ്വീകരിക്കാത്തത്. അഹ്മദു പോലുള്ള ഹംസ തുടങ്ങുന്നതാണ് അവസാനം. അതായത് പിന്നീട് ഹംസ കഴിഞ്ഞിട്ട് പിന്നെ 3 അക്ഷരം, പിന്നെ കഴിഞ്ഞിട്ട് ഹംസ കഴിഞ്ഞിട്ട് 3 അക്ഷരം. അഹ്മദു. ഓക്കെ, അൽമുദരിസ്. അപ്പൊ ഇവിടെ എന്താ? പാകിസ്ഥാന്. പാകിസ്ഥാൻ എന്താണ്? അനറബി പദങ്ങൾ. അനറബി പദങ്ങൾ 2 എണ്ണം എഴുതി വയ്ക്കണം. ഒന്നെന്താണ്? രാജ്യത്തിന്റെ പേരുകൾ, സ്ഥലത്തിന്റെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചത് അത് വേറെ പേജിൽ എഴുതിയിരിക്കണം. നിങ്ങൾ നേരത്തെ എഴുതിയത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്തി എഴുതാൻ കുഴപ്പമില്ല. കാരണം എന്താ? ഇത് എവർ ലാസ്റ്റിംഗ് ആണ്. എന്ന് നിലനിൽക്കാൻ വേണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുറെ ആൾ കഴിയുമ്പോൾ വിചാരിക്കും നിങ്ങൾ, അതിങ്ങനെ ഉസ്താദ് പറഞ്ഞു എഴുതി വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ റെഫർ ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കും, ഉസ്താദ് അന്നൊക്കെ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നോ എന്ന് നോക്കിയാൽ എവിടെ ഉണ്ടാവും? എങ്ങനെ അറിയാൻ പറ്റും പഠിച്ചോ പഠിച്ചില്ലോ എന്ന്? ഞാൻ പലതും ഇതിനു വേണ്ടി റെഫർ ചെയ്യുമ്പോഴായിരിക്കും ഇത് പഠിക്കാതിരിക്കാൻ വഴിയില്ല എന്ന് മാത്രമേ ഞാൻ തീരുമാനിക്കുന്നുള്ളൂ. അന്ന് പഠിക്കാതിരിക്കാൻ വഴിയില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ റെഫറൻസ് കുറെയൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് കുറെയൊക്കെ ചെയ്തടിച്ചു പോയി, പിന്നെ എല്ലാം കളഞ്ഞു. കാരണം സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ, എന്നൊക്കെ സൂക്ഷിച്ചു വെക്കത്തക്ക രീതിയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോയി. ഒരു സംശയം, അങ്ങനെ ഈ ജിബ്രീലു, മീകായിലു, മസാക്കീനിലു വരുമോ? അത് വേറെ ഏതെങ്കിലും വരുമോ? ജിബ്രീൽ, മീകായിൽ നമുക്ക് എന്താ പറയാ നോക്കാം, ഏത് ഗണത്തിൽ വരും. അനറബി പദത്തിൽ വരൂലല്ലോ? അറബി അല്ലേ? അറബി പദമല്ല, അനറബി അല്ലല്ലോ അത്? അനറബി ആണെന്നുള്ളത് എങ്ങനെ അറിയാം? അറിയില്ല. അള്ളാന്റെ കലാമ അറബിയിലായിരിക്കുമല്ലോ. ആ പേരുകളെല്ലാം, എല്ലാ പേരുകളും അതേ ഈ ഘടനയിൽ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇതെല്ലാം ജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന പേരുകൾ. പിന്നീട് എന്താണ്? ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിമിന്റെ പേര് നമ്മൾ പ്രവാചകനാണ് വിചാരിച്ചിട്ട് അറബിയാണെന്ന് പറയാൻ പറ്റില്ല. പ്രവാചകന്മാർക്ക് പേരിടുന്ന അങ്ങനെയാ. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പേര് കൊടുക്കുന്നത്. നബിയുൽ മുസ്തഫ എന്നാ പറയുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെയൊക്കെ നോക്കിയാൽ അറബി പേരാ വരേണ്ടത്. അങ്ങനെയല്ല, മറിച്ച് എനിക്ക് തോന്നുന്നില്ല അത് എനിക്ക് ഇപ്പൊ എന്തായാലും ഓർമ്മയില്ല, നമുക്ക് നോക്കാം. അതൊക്കെ നമുക്ക് ജിബ്രീലിന് നമുക്ക് പരിചയമില്ലാത്തൊക്കെ വേറെ എഴുതി വയ്ക്കാം.
ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് അന്നത്തെ കാലത്തൊക്കെ ഇപ്പം പരീക്ഷ പഠിക്കുന്ന സമയത്ത് ചോദിക്കുക അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? അന്നത്തെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ നമുക്ക് ഭൗതികമായ എന്തുമാത്രം സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? എന്നെ സംബന്ധിച്ചോളം അസൗകര്യങ്ങളുടെ നടുവിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത്, അറബി കോളേജ് പഠിക്കുന്ന സമയത്ത് കുറെ സംഗതികളൊക്കെ പഠിച്ചതെല്ലാം എഴുതി വെച്ചു, കീപ്പ് ചെയ്ത് സൂക്ഷിക്കണമെന്നേ. പക്ഷെ പറ്റിയില്ല, നല്ല അവസ്ഥയിലായി. എനിവേ, ഇപ്പൊ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മൾ നിസ്സാരമായ പല കാര്യങ്ങൾക്കും നമ്മൾ ഒരുപാട് ഫണ്ട് ചിലവഴിക്കുന്നുണ്ട്, നിസ്സാരമായ പല കാര്യങ്ങൾക്കും. പക്ഷെ എൽമെന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ സംഗതിയാണ്. പ്രത്യേകിച്ച് അള്ളാന്റെ കലാമും കലാമിന്റെ ഭാഷയും പഠിക്കാൻ ഏറ്റവും സുപ്രധാനമായ ഭാഷയാണ്, സംഗതിയാണ്. അപ്പോ പാകിസ്ഥാൻ എന്താണ്? വ്യക്തികളുടെയും സ്ഥലനാമങ്ങളുടെയും, നമ്മൾ സ്ഥലനാമങ്ങൾ വേറെ എഴുതിയിരിക്കുക, വ്യക്തിനാമങ്ങൾ വേറെ എഴുതിയിരിക്കുക. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തിന്റെ പേര് ഇത് എങ്ങനെ വന്നു എന്ന് നോക്കിയാൽ, ഇത് തന്നിലില്ലാത്തതാണോ എന്ന് അറിയണമെങ്കിൽ അവിടെ കയറി നോക്കിയാൽ മതി. അത് നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. സ്ഥലനാമം, വ്യക്തികളുടെ നാമം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം. ആൾമുദരിസ് ഇന്ദി സബഅതു. ഉസ്താദെ, ഒരു സംശയം കൂടി ഉസ്താദെ. ഈ അനാമിൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പേരാകുമ്പോ കെസറല്ലേ വരേണ്ടത്? പക്ഷെ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടല്ലേ അനറബി പദം എന്ന നിലയ്ക്ക് കെസറിന് പകരം ഫത്തഹ ആണ് കൊടുക്കുന്നത്. അതാണ് ഇതിന്റെ ടൈറ്റിൽ നേരത്തെ പറഞ്ഞത്, ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. പിന്നീട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് തൻവീൻ വരുന്നില്ല എന്ന് ചോദിച്ചാല് അത് അനറബി പദം എന്നാണ്. അപ്പൊ അനറബി പദങ്ങളുടെ സ്ഥലനാമങ്ങൾ വേറെ എഴുതി വയ്ക്കണമെന്നും വ്യക്തികളുടെ നാമങ്ങൾ വേറെ എഴുതി വയ്ക്കണമെന്നും പറഞ്ഞു. അവിടെ മിന്നുള്ളതിനല്ല ഇപ്പൊ അവിടെ ഇമ്പോർട്ടൻസ് അല്ലെ, സ്ഥലത്തിന്റെ പേരെന്നുള്ളതാണ് അല്ലെ. മിൻ വന്നാ കെസർ പറഞ്ഞു, മിന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. മിൻ വന്നപ്പോൾ എന്തുകൊണ്ട് കെസർ കൊടുത്തില്ല എന്നതാണ് പറയുന്നത്. ഓക്കെ, മിൻ എന്നതുകൊണ്ട് കെസർ കൊടുക്കാതിരിക്കാനുള്ള കാരണം അനറബി പദമാണ് എന്ന നിലയ്ക്ക് അത് കെസർ തെന്മീൻ സ്വീകരിക്കാത്തതാണ്. തെന്മീൻ സ്വീകരിക്കാത്ത പദങ്ങൾ കെസറും സ്വീകരിക്കില്ല. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചില ആൾക്കാർ ചോദിക്കാൻ പഠിക്കും. റഷീദ് സാർ പെട്ടെന്ന് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ ചോദിക്കാൻ പഠിക്കും, ഞാൻ ചോദിച്ചു മണ്ഡലത്തിലാണ് ആരും വിചാരിച്ചു. സാറിന് അതൊന്നും പ്രശ്നമില്ല. ആരെന്ത് വിചാരിച്ചാലും എനിക്ക് പഠിക്കണമെന്നൊരു ചിന്ത മാത്രമേ അതൊന്നും പ്രശ്നമുള്ള കാര്യം അല്ല. ഇത് നമ്മൾ ഈ നോർമൽ കേസിൽ ലൊമ്മ് വരുന്നതിന് അല ഇല മീനൊക്കെ വരുമ്പോഴേ അത് കസറ ഫതഹാവുന്നല്ലേ ഉള്ളൂ. അതെ, പൈസ മാത്രമല്ല ഉള്ളൂ എന്നല്ല, അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കസർ വരുന്നിടത്തിൽ ഫതഹാവും. അപ്പൊ അവിടെ കസർ വരുന്നിടത്ത് ഫതഹ ആണ് എന്ന് മാത്രമല്ല, തൻവീൻ വരികയില്ല. തൻവീൻ വരികയില്ല. അത് കസറിന്റെ സ്ഥാനത്ത് ഫതഹ കൊടുത്തിട്ടാണ് അടയാളപ്പെടുത്തുക. ദഫാത്തിർ എന്താണ്? തൻവീൻ സ്വീകരിക്കാത്ത നാമങ്ങളാണ്. ഇത് വേറൊരു കാറ്റഗറിയാണ്. എന്ന് പറഞ്ഞാൽ അത് ഈ കാറ്റഗറിയിലുള്ള ബഹുവചനങ്ങൾ. ഇത് ദഫാത്തിർ നമ്മൾ എന്ത് കാറ്റഗറി, ഇപ്പൊ എന്താ ടൈറ്റിൽ കൊടുത്തത്? മസാജിദ്. മസാജിദ് കേട്ടോ, മസാജിദ് അടയാളപ്പെടുത്തിയിരിക്കുക. മസാജിദ്, അതെ, മസാജിദ് അല്ലെങ്കിൽ അതെ മസാജിദ്. മസാജിദ് എന്ന് ആദ്യം ടൈറ്റിൽ കൊടുക്കും. അപ്പൊ മസാജിദ് ഒറിജിനാണെന്നാണ് നമ്മൾ പിന്നീട് പറയുക. മസാജിദ് പാറ്റേണിലാണ്. മസാജിദു എന്നാണ്. അപ്പൊ ദഫാത്തിറു എന്നാണ്. സബഅത്ത് വന്നാൽ എന്ത് ചെയ്യണം? 1 മുതൽ 10 വരെയുള്ള സംഖ്യ വന്നാൽ ശേഷമുള്ളതിന് സംഖ്യ എണ്ണപ്പെടുന്ന വസ്തുവിന് കസ്ർ കൊടുക്കണം. എന്തി സബഅത്തു അഖ്ലാമിൻ എന്നാണ് പറയുക. അഖ്ലാമിൻ. അപ്പൊ ഇവിടെ അഖ്ലാമിന്റെ കസ്റിന് പകരം ദഫാത്തിറ. ദഫാത്തിർ തൻവീൻ സ്വീകരിക്കില്ല,
അതേപോലെ കെസറും സ്വീകരിക്കില്ല. അപ്പൊ കെസറിന് പകരം ഫത്തഹാണ് കൊടുക്കുക. ഇന്ത്യ സബാത്തു ദഫാത്തിർ. ദഫാത്തിർ എന്നുള്ളത് ഇതിനെ ഞാൻ പറഞ്ഞു, അത് മസാജിദ് പാറ്റേൺ നമ്മൾ ടൈറ്റിൽ വേറെ എഴുതിയിരിക്കണം. ഒരു പേജ് നിങ്ങൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നാൽ ഇനിയും വാക്കുകൾ അവിടെ പഠിക്കും, അവിടെ കൊണ്ട് എഴുതി വയ്ക്കാം. ആലോചിച്ച് നോക്കണം ഏത് ഘടനയിലാണ് വന്നിരിക്കുന്നത്. പല ഘടനകളും നമ്മൾ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല, പല ഘടനകളും നമ്മൾ പഠിച്ചു. അതിൽ ഒരു ഘടനയാണ് മസാജിദ് വചനം, മസാജിദ് പാറ്റേൺ. അപ്പൊ മസാജിദ് പാറ്റേണിലുള്ള ബഹുവചനങ്ങൾ ഈ ഘടന മസാജിദു എഴുതി വെച്ചിട്ട് ഈ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഈ ഘടനയിലുള്ള ബഹുവചനങ്ങൾ. അപ്പൊ ഇന്ത്യ സബഅത്തു ദഫാത്തിറ ലിമൻ ഹിയ, ലിമൻ ഹിയ അത് ആർക്കുള്ളതാണ്? അബ്ബാസ്. ഹാത്തി യാ ഉസ്താദു, ഹാത്തി യാ ഉസ്താദു, ഉസ്താദെ കൊണ്ടുവരൂ. ഹദാലി ഇത് എനിക്കുള്ളതാണ്. ഹാദാലി മുഹമ്മദിൻ ഇത് മുഹമ്മദിന്റെയാണ്. വഹാദാലി ഹാമിദിൻ ഇത് ഹാമിദിന്റെയാണ്. അവിടെ നമുക്കുള്ള വിഷയങ്ങളൊന്നുമില്ല. വഹാദാലി ഇബ്രാഹിമ ബാക്കിയിലുണ്ട്. ലി ഇബ്രാഹിമ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ, പ്രവാചകന്മാരുടെ പേരുകൾ വരുന്ന ആയത്തുകളൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് എടുത്ത് നമ്മൾ ഒരു പേജിൽ വേറെ എഴുതാം. വ്യക്തിസ്ഥലനാമങ്ങളൊക്കെ നമ്മൾ എഴുതി, വ്യക്തിസ്ഥലനാമങ്ങൾ എഴുതിയിട്ട് അതിന്റെ കൂട്ടത്തിൽ അടുത്ത പേജിൽ എന്താ ഇബ്രാഹിം നബി എഴുതി വെക്കണ്ട, അത് വ്യക്തിയുടെ പേരാണ്. പക്ഷെ പ്രവാചകന്മാരുടെ പേരുകൾ വേറെ എഴുതി വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് നോക്കാൻ എളുപ്പമാണ്. കുറച്ചുകൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, തന്മീൻ കണ്ടുപിടിക്കുന്ന എളുപ്പ വഴികളൊക്കെ ഉണ്ട്. നമ്മൾ പഠിച്ചങ്ങ് പോകുമ്പോഴേ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് കിട്ടും. നമ്മളെ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹ് പല വഴികളും തുറന്നു തരും. ഏതൊക്കെ വഴി കൂടെയാണ് നമുക്ക് വിജ്ഞാനം നേടുക എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് എവിടെയെങ്കിലും ബ്രൗസ് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ബ്രൗസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അറിയേണ്ട ഒരു വിജ്ഞാനത്തിലേക്ക് നമ്മൾ ചെല്ലുക. എന്ന് വിചാരിച്ച് വെറുതെ ബ്രൗസ് ചെയ്യണമെന്നല്ല പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ ബ്രൗസ് ചെയ്യാൻ പാടില്ല, കാരണം എപ്പോഴും നമ്മൾ സ്പെസിഫിക് ആയിരിക്കണം. എനിവേ, അപ്പോ നമുക്ക് പല രീതിയിൽ നമുക്ക് അറിവ് കിട്ടും. എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കാൻ നിയത്ത് ചെയ്ത് ഇറങ്ങുക. എന്നാൽ പല വഴികളും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു 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 ആപ്തവാക്യം പറയുന്നത് മൻ അമില ബിമാ യഅലം അല്ലമഹുല്ലാഹു മാ ലാ യഅലം. ഒരാളെ അറിയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ അറിയാത്തത് അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഹാദാലി ഇബ്രാഹിമ, അപ്പം നബിമാരുടെ പേരുകൾ വേറെ എഴുതിയിരിക്കുക. നബിമാരുടെ പേരുകൾ കസ്ർ സ്വീകരിക്കാത്ത പേരുകൾ വേറെ എഴുതിയിരിക്കുക, അല്ലെങ്കിൽ തൻവീൻ സ്വീകരിക്കാത്ത പേരുകൾ വേറെ എഴുതിയിരിക്കുക. ഇപ്പൊ ലീ ഹാത്തി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരൂ. അതിന്റെ ബഹുവചനമാണ് ഹാത്തു. ഖുൽ ഹാത്തു ബുർഹാനക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതില് പുതിയ വാക്കുകളൊന്നുമില്ല, പാഠത്തില് പുതിയ വാക്കുകളൊന്നും ഇല്ലെന്നാണ്. അപ്പൊ അത്തിയ അത് അത്താന്ന് പറയില്ല, അത്തായത് ഹംസാണ്. അല്ലല്ല, അത്തായത് ഹംസാണ്. ഹത്തായത് ഹ ആണ്. അല്ല, എപ്പോഴും നോക്കുക കേട്ടോ. ഹംസ് താ യാ അത് വരുമ്പോഴ് അത്ത അതും കൊണ്ടുവരുവാന്നല്ലേ? ഹംസ് തായ അത്ത വന്നു, കൊണ്ടുവരുമല്ല. അത്ത ബി കൊണ്ടുവന്നു. അത്ത ബി ആണ്. അത്ത ബി കൊണ്ടുവന്നു. ഹാത്തി എന്നത് ക്രിയയുടെ രൂപത്തിലുള്ള ക്രിയ അല്ല, പക്ഷെ ക്രിയയുടെ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതിന് ഹാത്തി, ഹാത്തു, ഹാത്തി കൽപ്പനയുടെ രൂപം മാത്രമേ ഉള്ളൂ. ഹാത്തി എന്നതിന് കൽപ്പനയുടെ രൂപം മാത്രമേ ഉള്ളൂ. കൽപ്പനയുടെ രൂപം മാത്രമേ ഉള്ളൂ അതിന്. ഹാത്തി നീ കൊണ്ടുവരൂ, ഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ. രണ്ടും പഠിച്ചാൽ വേറെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഈ പാഠപുസ്തകത്തിന്റെ പരമ്പരയിൽ തന്നെ വരുന്നുണ്ട്, അതിന്റെ ഹാത്തിയുമായിട്ട് ബന്ധപ്പെട്ട. ഹാത്തി എന്നത് ഒരു ക്രിയയല്ല, എന്നാൽ അത് ക്രിയയുടെ ഘടനയിൽ ഉപയോഗിക്കുന്ന പദമാണ്. അതിന് കൽപ്പനക്രിയ മാത്രമേ ഉള്ളൂ. കൽപ്പനക്രിയയുടെ രൂപഭേദങ്ങൾ ഉണ്ട്. ഹാത്തി നീ കൊണ്ടുവരൂ, ഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ. യാ ഉസ്താദ്. അപ്പോ ഹാദാ ലി ഇബ്രാഹിമ. അപ്പൊ ലീ വന്നതുകൊണ്ട് ഇബ്രാഹിമിന്
കെസറ് സ്വീകരിക്കാത്തത് കൊണ്ട് കെസറിന് പകരം പത്ത് കൊടുത്തു. തെന്നിന് എന്തായാലും വരില്ല, അതുകൊണ്ട് ഒരു പത്തേ ഉള്ളൂ. നേരത്തെ മുകളിൽ ലി മുഹമ്മദിൻ ലി ഹാമിദിൻ എന്നൊക്കെ പറഞ്ഞു. ഇബ്രാഹിം വരുമ്പോൾ ഇബ്രാഹിം തെന്നി സ്വീകരിക്കാത്ത പദമായതുകൊണ്ട് ലി ഒന്നുകൊണ്ട് ഒരു കെസറിന് പകരം പത്തകം കൊടുക്കുക. വഹാദ ലി ഉസ്മാൻ. ഉസ്മാൻ എന്താണ്? ബാനു ആണിൽ തസ്ലീം. അവസാനിക്കുന്ന നാമങ്ങൾ വേറെ എഴുതി വെക്കണം. ആ, ആണിൽ അവസാനിക്കുന്നു. ആണിൽ അവസാനിക്കുന്ന നാമങ്ങളിൽ എന്ത് ചെയ്യണം? പിന്നീട് 2 പേജിൽ എഴുതി വെക്കേണ്ടത്. ഉസ്മാൻ എന്ന് പറയുന്നത് വേറൊരു പാറ്റേൺ ആണ്. പിന്നെ ഷബാൻ അതേപോലെ താബാൻ എന്നൊക്കെ പറഞ്ഞത് വേറൊരു പാറ്റേൺ ആണ്. ഉസ്മാനിൽ എന്തുണ്ട്? ലമ്മല് തുടങ്ങിയിട്ട് പിന്നെ ആനിൽ അവസാനിക്കുക. അതൊരു ഘടനയിൽ വരും. അതൊരു ഒരു പാറ്റേൺ ആണ്, ഒരു ഘടനയാണ്. അതേസമയം ഷാബാൻ താബാൻ അതുപോലെ കുറെ ആൻ വരുന്നുണ്ടല്ലോ. ആ വരുന്നത് ഇത് അത്തുഷാൻ വരുന്ന വാക്കുകളെല്ലാം അത് വേറെയാണ്. കാരണം എന്താ? ഉസ്മാൻ എന്നത് വ്യക്തിയുടെ നാമമാണ്. അപ്പൊ ഉസ്മാന്റെ ഘടനയിൽ വരുന്ന വ്യക്തികളുടെ നാമങ്ങളെല്ലാം എന്താണ്? തൻവീൻ സ്വീകരിക്കാത്തത്. അതേപോലെ ആനിൽ അവസാനിക്കുന്ന എന്താ പറയാ നാമവിശേഷണം, അഡ്ജക്റ്റീവ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് വരിക, പക്ഷെ അത് നൗണായിട്ടാണ് അറബിയിൽ പരിഗണിക്കുക. അതുഷാൻ എന്ന് പറയുമ്പോൾ ഒരു നൗണാണ്, പക്ഷെ എന്താണ്? ദാഹമുള്ളവൻ, ദാഹമുള്ളവൻ ഒരു വിശേഷണമാണ്. അസ്ലാനു പോലെ, അത് അസ്ലാനു ഒക്കെ പോലെ. കസ്ലാനു, അതെ, അതിൽപ്പെടില്ല. ഗദ്ബാൻ ആ എല്ലാം എന്താണ്? ആനിൽ അവസാനിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ്, നാമവിശേഷം. ഒരു വിശേഷണ നാമമാണ്. അറബിയ വിശേഷണ നാമം എന്ന് പറയുന്ന സംഭവമില്ല, അത് എല്ലാ നാമമാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഗുണം പറയുന്ന നാമമാണ്. ഉസ്മാൻ എന്ന് പറയുന്നത് വ്യക്തിയുടെ നാമമാണ്. ആ പാറ്റേണിലുള്ള വ്യക്തികളുടെ നാമം എല്ലാം വയറ് മുൻചരിപ്പാണ്. വഹാദ ലി യൂസുഫ, അത് പ്രവാചകന്മാരുടെ പേരിൽപ്പെട്ട യൂസുഫ. അപ്പം യൂസുഫിനെ കസറിന് പകരം ഒരു 10 കൊടുത്തു. ഉസ്മാന് 10 കസറിന് പകരം 10 കൊടുത്തു. ഹാദ ലി ത്വൽഹത. ത്വൽഹത്ത് എന്താണ്? താഴെയുള്ള നാമങ്ങൾ, താഴെയുള്ള വ്യക്തി സ്ഥലനാമങ്ങൾ, താഴെയുള്ള കെട്ടുള്ള താഴെയുള്ള വ്യക്തി സ്ഥലനാമങ്ങൾ. അപ്പൊ അതിലാദ്യം എന്ത് ചെയ്യാ? വ്യക്തികളുടെ പേരും ആണുങ്ങളുടെ പേരും പെണ്ണുങ്ങളുടെ പേരും വേറെ വേറെ എഴുതിക്കുക. പിന്നെ മക്കത്ത ജുദ്ദത്ത ആ സ്ഥലത്തിന്റെ പേര് വേറെ കഴിഞ്ഞ വേറെ ക്ലാസ്സിൽ പറഞ്ഞു. വേറെ വേറെ എഴുതിക്കുക. ഇത് നല്ല ഒരു അടിസ്ഥാനപരമായ നോളജാണ് നമ്മൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ഇതിൽ, ഈ പഠനത്തിൽ. ഇത് എന്താ അതുല്യമായ ഒരു കോഴ്സാണ്. ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ എന്ന് പറഞ്ഞാൽ അതുല്യമായ ഒരു കോഴ്സ്. ഇതിന് പകരമായി വേറെ പല പുസ്തകങ്ങളും പലരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ എടുത്ത് നോക്കി. അൽ അറബിയ്യ ബൈന യദൈക എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അതാണ് നല്ല അറിവ് പഠിക്കാനുള്ള പുസ്തകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അതിന് അതിൻ്റെതായ ഒരുപാട് ഡിഫക്റ്റുകളുണ്ട്, ഡിസഡ്വാൻറ്റേജുകളുണ്ട്. അതൊന്നും ഒരു ഘടനയുടെ ഒരു എന്താ പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലേണിംഗിലായിട്ടാണ് പോകുന്നത്. പടിപടിയായ ലേണിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ആ ലേണിംഗ് സിസ്റ്റത്തിലല്ല. ഇത് അദ്ദേഹത്തിന്റെ ബുദ്ധിയെ നമ്മൾ സമ്മതിച്ചോട്ടേ പറ്റും. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലേ ഇങ്ങനെ ഒരു സംഭവം, ക്രമപ്രവൃത്തമായ ഒരു സംഭവം ഉണ്ടാക്കി വെക്കാൻ പറ്റും. കിതാബുക്ക് യാ മുഹമ്മദ്, മുഹമ്മദ് ഇത് നിന്റെ പുസ്തകമാണോ? മുഹമ്മദ് ലാ അതാ കിതാബു ഹംസത്ത. അപ്പൊ കിതാബ് ഹംസത്ത എന്ന് പറയുന്നത് എന്താണ്? ഇളാഫത്താണ്. കിതാബ് മുഹമ്മദിൻ എന്നായിരുന്നെങ്കിൽ അവിടെ കിസ്റാണ് വരിക. കിതാബ് മുഹമ്മദിൻ, കിതാബ് ഹമീദിൻ, അവിടെ കിസ്റ വരിക. ഇവിടെ ഹംസത്ത വന്നുകൊണ്ട് തൽഹത്തും ഹംസത്തും ഒക്കെ ഒരു കാറ്റഗറിയിൽപ്പെട്ട കെട്ടുള്ള നാമങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. അതിലൊരു കാറ്റഗറി ആണുങ്ങളുടെ നാല്, ഒരു കാറ്റഗറി പെണ്ണുങ്ങളുടെ പേര്, പിന്നീട് അടുത്ത കാറ്റഗറി സ്ഥല നാമങ്ങൾ. അതാ കിതാബ് ഹംസത. അപ്പൊ കെസറിന് പകരം 10 കൊടുത്തു. അൽമുദരിസ് അതിന് അലിയ ഇഖ്വാൻ. സഹോദരന്മാരെ, അലി എവിടെ? യാ ഇഖ്വാൻ. ഹാമിദ്, ഹാമിദുൻ. ദഹബ ഇല റിയാദി. എവിടെ പോയി?
റിയാദിൽ പോയി അവിടെ കെസ് റിയാദിലേക്ക് കൊടുത്തു. പോയി. ഇല വന്നുകൊണ്ട് കെസ് കൊടുത്തു. ഇല റിയാദി കെസ് കൊടുത്തു. അയിന യാഖൂബു, യാഖൂബ് എവിടെ? ദഹബ ഇല മക്കത്ത. മക്കത്ത് എന്ത് ചെയ്തു? ആ താഴെയുള്ള നാമങ്ങളിൽ ഒന്നാമത്തെ കാറ്റഗറി വ്യക്തികളുടെ ആണുങ്ങളുടെ പേര്, രണ്ടാമത്തെ കാറ്റഗറി പെണ്ണുങ്ങളുടെ പേര്, മൂന്നാമത്തെ കാറ്റഗറി സ്ഥലത്തിന്റെ പേര്, സ്ഥലങ്ങളുടെ പേര്. തെറ്റുള്ളതായുള്ള സ്ഥലനാമങ്ങൾ. ഇല മക്കത്ത, ദഹബ ഇല മക്കത്ത. അൽ മുദരിസ് അയിന ഇസ്ഹാഖു, അയിന ഇസ്ഹാഖു. ആ അപ്പൊ അവിടെ എന്തുണ്ട്? തൻവീൻ സ്വീകരിച്ചില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് യഹൂബു എന്ന് പറഞ്ഞിടത്തും തൻവീൻ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അതിന് യഥാർത്ഥത്തിൽ എന്താണ് വന്നാൽ അതിന് മുഹമ്മദുൻ എന്നാണ് വരേണ്ടത്. അതിന് മുഹമ്മദുൻ. പക്ഷെ അതിന് യഹൂബു എന്നാണ് ചോദിച്ചത്. അപ്പോ തൻവീൻ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഒരു ദം കൊടുത്തത്. അതേപോലെ തന്നെ അതിന് ഇസ്ഹാഖു എന്ന് പറഞ്ഞിടത്തും ഒരു ദം കൊടുത്തത് തൻവീൻ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. ഖറജ, ഖറജ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ആണ് കേട്ടോ. അറബി ഭാഷയിലെ ഒരു വാക്കുള്ള ഒരു സെന്റൻസ് പറയാൻ പറഞ്ഞാൽ ഖറജ. ലഹബ ഒരു ക്രിയ പറഞ്ഞാൽ മതി. he went out, he gone out. ഖറജ. അപ്പൊ അതില് വെർബുണ്ട്, അതിന്റെ സബ്ജക്റ്റും ഉണ്ട്. അതുകൊണ്ട് ഒരു സെന്റൻസ് ആയി. ഖറജ, അയാൾ പോയി. അൽ മുദരിസ് മത്താ ഖറജ, വേണ്ട. എവിടെയാണ് പോയത്? ഒരിക്കലും തോന്നു വെച്ചിരിക്കണോ? ബാക്കിയുള്ളതാ നന്നായിട്ട് ഇരുന്നോട്ടെ എടുക്ക. നിങ്ങൾ പറഞ്ഞെല്ലാം, നിങ്ങളെ രഹസ്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഖറജ ഖബല 5 ദഖായിഖ. മത്താ ഖറജ എന്ന് ചോദിച്ചു, എപ്പോൾ പോയി? അപ്പൊ പറഞ്ഞു ഖറജ ഖബല 5 ദഖായിഖ. കബലയുടെ ശേഷം വന്നത് കൊണ്ട് ഹംസിന് കെസ് കൊടുത്തു. ഹംസ് എന്ന സംഖ്യ വന്നാൽ ശേഷമുള്ളതിന് കെസ് വരണം. 3 മുതൽ 10 വരെ കെസ് കൊടുക്കേണ്ടതാണ്. ഇവിടെ ദഖായിഖു എന്താണ്? മസാജിദ് വസിനിലാണ്. മസാജിദ് വസിനിലാണ് ദഖായിഖു വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് കെസറിന് പകരം 10 കൊടുത്തു. കെസർ സ്വീകരിക്കില്ല. തൻവീൻ സ്വീകരിക്കാത്ത പദങ്ങളുടെ കൂട്ടത്തിൽ പെട്ടത്. നമ്മൾ പഠിച്ച എല്ലാ പാറ്റേണും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ബാക്കി പാറ്റേൺ എല്ലാം നമ്മൾ എടുത്ത് ആ പേജുകളിൽ അതാത് പേജുകളിൽ എഴുതാം. ഓക്കെ. തമാരീൻ തഅമ്മലിൽ അംസലത്തിൽ ആത്തിയ. ഇത് ശ്രദ്ധിച്ച് വായിക്കാം. ഇവിടെ അടയാളം കൊടുത്തിട്ടുണ്ട്. മുഹമ്മദുൻ, മിൻ മുഹമ്മദിൻ. മിൻ വന്നപ്പോൾ മുഹമ്മദിൻ എന്ന്. ഇല വന്നപ്പോൾ ഇല മുഹമ്മദിൻ എന്ന്. ലി വന്നപ്പോൾ ലി മുഹമ്മദിൻ എന്ന്. കിതാബ് മുഹമ്മദിൻ ഇളാഫത്ത് ചെയ്തപ്പോൾ കിതാബ് മുഹമ്മദിൻ എന്ന് കെസ് കൊടുത്തു. ജൈനബ് ആകുമ്പോഴോ മിൻ ജൈനബ. മിൻ ജൈനബ. മിൻ വന്നുകൊണ്ട് കെസ് കൊടുക്കില്ല, കാരണം അത് കെസ് സ്വീകരിക്കില്ല. അതുകൊണ്ട് 10 കൊടുത്തു. ഇല ജൈനബ, ലി ജൈനബ, കിതാബു ജൈനബ. എപ്പോഴും ജൈനബ ഫതഹ തന്നെ. എപ്പോഴും എന്ന് പറഞ്ഞാല് നമ്മല്ലാത്ത അവസ്ഥയിലെല്ലാം ഫതഹാണ്. കെസറിന് പകരവും ഫതഹ്, ഫതഹിന് പകരവും കെസർ. ഫതഹിന്റെ സ്ഥാനത്ത് കെസർ. എത്ര വക്തും വായിക്കുക. വായിക്കുക എഴുതുക എന്ന് പറഞ്ഞാൽ ഡിക്റ്റേഷൻ ആരെങ്കിലും എഴുതിപ്പിക്കുന്നുണ്ടോ? ഫോണിലൂടെ അല്ലാതെ കുട്ടികളെ കൊണ്ടോ പറയിപ്പിച്ച് വായിപ്പിച്ച് ആരെങ്കിലും എഴുതുന്നുണ്ടോ? എഴുതി നോക്കണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ അവൽ ഒരാൾ വായിക്കും. ഹാദൽ കിതാബു മുഹമ്മദിൻ വസാലിക ലിസൈനബ. വസാലിക ലിസൈനബ. അസ്സാനി രണ്ടാമത്തെ ഒരാൾ വേറൊരാൾ വായിക്കും. ذهب خالد വേറെ ആരോ വായിക്കായിരുന്നു. إلى أحمد. ഇല അഹ്മദ. ഇല അഹ്മദ. അസാലിസ്
മഴ ഒന്ന് ذهب ذهب أبي إلى مكة وذهب عمي ذهب عمي إلى جدة. ആരാണ് നാലകത്ത് ഫാത്തിമാണോ വായിച്ചത്? ആ ഓക്കെ. അപ്പം ഇല മക്കത്ത ഇല ജുദ്ദത്ത إلى جدة. സബ്ജക്ട്. റാബിയ വേറൊരാൾ വായിക്കും. ഒഹുത്തൻ മിർവാനൻ മരിയവത്ത്. എന്താ ഒന്നാമത്തെ വാക്ക് എന്താണ്? ഒഹുത്തൻ ഉഹ്തു. അതായത് ഒഹുത്തു ശേഷം സഹോദരി ആരുടെ സഹോദരി എന്ന് പറയുമ്പോൾ ഉടെ ചേർത്താണ്. ഇപ്പൊ എന്താണ്? ഒരു ലമ്മ് പോവും. വായിക്കൂ. ഒഹുത്തും മിർവാനൻ മരിയവത്ത്. മിർവാനല്ല, മർവാൻ. മർവാനൻ മരിയവത്ത്. അപ്പൊ മർവാൻ നമ്മൾ വേറൊരു ഉസ്മാന്റെ അപ്പുറം എഴുതി വെക്കേണ്ടതാണ്. മർവാൻ. മിർവാനൻ മരിയവത്ത്. മരിയ ഒഹുത്തൻ മർവാനത്തിൻ മരിയവത്ത്. മർവാന ഉഖ്തു മർവാന മരിയബത്തുൻ. മരിയവത്ത്. ഒഹുത്തൻ മർവാന മരിയവത്ത്. ഉഹ്തിനല്ല ഉഖ്തു മർവാന മരിയബത്തുൻ. നിങ്ങൾ കൂടുതൽ വായിക്കും. നിങ്ങൾ കാര്യം അറിയാം, പക്ഷെ എന്താണ് ഒന്നായിട്ട് വരുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ വായിക്കണം. അൽഹാമിസ് വേറൊരാള്. زوج خديجة هو في നിങ്ങൾ لندن. മൈക്രോഫോൺ ഉപയോഗിക്കുന്നുണ്ടോ ഷാനിദ? ഏ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാ ഹെഡ്സെറ്റ് മാറ്റി വെച്ചിരിക്കണതാണ്. നമ്മളെ നിർദ്ദേശം ഇന്നും വന്നില്ല, ഹെഡ്സെറ്റ് വേണം. അല്ല അത് നിങ്ങൾ വായിക്കുന്നത് കംപ്ലീറ്റ് കേൾക്കില്ല. ഓർക്കാൻ വായിക്കാം. അയിന സൗജ ഖദീജത്ത ഹുവ ഫീ ലണ്ടൻ. സൗദിന് എന്തുകൊണ്ട് ഫത്തഹ വന്നു? സൗജ ഫത്തഹ വരേണ്ട കാരണം വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ലമ്മാണ് കൊടുക്കേണ്ടത്. അതായത് ലമ്മ് മാറാനുള്ള നമ്മള് ലമ്മ് എപ്പോഴാണ് ലമ്മ് വരേണ്ടതെന്ന് ചോദിച്ചാല് ലമ്മ് മാറേണ്ട കാരണം ഉണ്ടോ എന്ന് നോക്കാം. മാറേണ്ട കാരണങ്ങൾ നമ്മൾ പഠിച്ചു. ടെസ്റ്റ് വരുന്ന കാരണം പഠിച്ചു, ഒത്ത വരുന്ന കാരണം പഠിച്ചു. അപ്പോ ലമ്മ് മാറേണ്ട കാരണമെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ലമ്മ് മാറ്റണം. കാരണം കൊണ്ട് മാറ്റണം. ഇല്ലെങ്കിൽ ലമ്മാണ്. പിന്നെ അത് വേറെ വിഷയം. ഒന്നായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലേണിംഗ് ആണ്. ഇടയ്ക്ക് കയറി പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ ആവും. ഓക്കെ, വായിക്കൂ. അയിന സൗജു ഖദീജത്ത ഹുവ ഫീ ലണ്ടന. അയിന സൗജു ഖദീജത്ത ഹുവ ഫീ ലണ്ടന എന്നാണ് ചേർത്ത് വായിക്കാൻ പറ്റും. വായിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നണം ഇതൊരു ചോദ്യമാണ്. അയിന സൗജു ഖദീജത്ത ഹുവ ഫീ ലണ്ടന. ഓക്കെ, അടുത്തത് സാദിസ് വേറെ വായിക്കും. സാദിസ്. ഉമ നേരത്തെ മൈക്ക് തുറന്നിട്ട് പിന്നെ വായിച്ചില്ല. ഞാൻ ആദ്യത്തേത് വായിച്ചു ഉസ്താദെ. അത് വായിച്ചായിരുന്നല്ലേ? അപ്പൊ ഞാൻ കേട്ടില്ല. വേറൊരാൾ വായിക്കും. സയ്യാറത്ത ഹാമിദു ജദീദത്ത. സയ്യാറത്തിന് എന്തുകൊണ്ടാ ഫത്തഹ വന്നത്? സയ്യാറത്ത് അത് ഫത്തഹ വരേണ്ട കാരണമൊന്നും വന്നിട്ടില്ല. ലമ്മ മാറേണ്ട കാരണം വന്നില്ലെങ്കിൽ ലമ്മ കൊടുക്കാം. ഓക്കെ. സയ്യാറത്തു ഹാമിദു ജദീദ് ഹാമിദുൻ. അതായത് രണ്ട് നാമം ചേർന്ന് വന്നാൽ ഇന്ത്യ ഇവിടെ എന്നുള്ള അർത്ഥം വരും. അപ്പൊ ഇന്ത്യ ഇവിടെ അർത്ഥം വരുമെങ്കിൽ രണ്ടാമത്തേന് കസ് കൊടുക്കാം. സയ്യാറത്തു ഹാമിദിൻ ജദീദത്ത. അപ്പൊ എന്താണ്? കൺക്ലൂഷൻ പാർട്ടാണ്. സിയാറത്ത് ഹമീദിൻ. ഹാമിദിന്റെ സിയാറെ കുറിച്ച് ഒരു കാര്യം പറയാൻ പോവാണ്. അതെന്താണ്? പുതിയതാണ്. അപ്പൊ എന്താണ്? കൺക്ലൂഷൻ പാർട്ടിന് എന്ത് കൊടുക്കണം? ലം കൊടുക്കണം. ജദീദത്തുൻ. വസയ്യാറത്തു ഇബ്രാഹിമു. ഇബ്രാഹിമു അല്ല, അവിടെ ഇളാഫത്താണ്. ഇബ്രാഹിമി. ഇബ്രാഹിമിന് കസറില്ലല്ലോ. ഓക്കെ. സിയാറത്ത് ഇബ്രാഹിമ. സയ്യാറത്ത് ഇബ്രാഹിമ ഖദീമത്തുൻ. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ടോ? പലപ്പോഴും കേട്ടിട്ടില്ലാന്ന് തോന്നുന്നു. വായിക്കാറുണ്ട്.
നിങ്ങളുടെ സ്വരം ചിലപ്പം ഫരീദിന്റെ സ്വരവുമായിട്ട് സാദൃശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഫരീദാണെന്ന് ചിലപ്പം വിചാരിക്കും. അതുകൊണ്ടാണ്. അലി സാഹിബ് എവിടെ സ്ഥലം? തൃശ്ശൂരാവും. എവിടെയാണ്? തൃശ്ശൂരാണ്. എന്റെ തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഹുവഫി ലണ്ടൻ. അടുത്തത് സയ്യാറത്ത് ഹാമിദിന് വായിച്ചു. സാബിയ വേറൊരാൾ വായിക്കും. ബൈത്തു ഖാലിദിൻ കബീറും വബൈത്തു ഉസാമത്തു സഗീർ. അതായത് നേരത്തെ വായിച്ചപ്പോ ഇതിനും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട വിഷയം സയ്യാറത്ത് ഹാമിദിൻ. അവിടെ ഹാമിദ് തന്നെ സ്വീകരിക്കുന്ന ആയതുകൊണ്ട് കെസർ കൊടുത്തു. രണ്ടാമത് വന്നപ്പോ സയ്യാറത്തു ഇബ്രാഹീമ. അവിടെ ഇലാഫത്താണ്, പക്ഷെ കെസർ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇബ്രാഹിം എന്ന നാമം കെസർ സ്വീകരിക്കില്ല. അതുകൊണ്ട് അതുപോലെ ഫത്ത് കൊടുത്തു. ഇബ്രാഹീമ ഖദീമത്തുൻ. അതേ വിഷയം തന്നെയാണ് ഇവിടെയും വരുന്നത്. ബൈത്തു ഖാലിദിൻ. അപ്പൊ ആദ്യത്തിന് കെസർ സ്വീകരിക്കും. കബീറുൻ വബൈത്തു ഉസാമത്ത സഗീറുൻ. അപ്പൊ ഉസാമത്ത് എന്ത് ചെയ്യില്ല? കെസർ സ്വീകരിക്കില്ല. കാരണം താഴെയുള്ള വ്യക്തിയുടെ പേരായതുകൊണ്ട്. അസാമിൻ എട്ടാമത്തെ വാക്യം. أين ذهب أبوك يا ليلى؟ ذهب إلى بغداد. إلى بغداد. أين ذهب أبوك കേട്ടോ. أين ذهب أبوك يا ليلى? ذهب إلى بغداد. ബഗ്ദാദ് എന്താണ്? അനറബി പദമാണ്. ബഗ്ദാദ് അറബി പദമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ബഗ്ദാദ് ഒക്കെ എന്താണ്? അനറബി പദമാണ്. അനറബി പ്രദേശമായിരുന്നു. പിന്നീട് അവിടേക്കൊക്കെ അറബി വ്യാപിച്ചപ്പോഴാണ് അവിടേക്ക് അറബികൾ വന്നത്. ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പേർഷ്യൻ ലാംഗ്വേജ് വേറെ എന്താണെന്ന് തോന്നുന്നു. ഇറാഖിൽ വരുമ്പോഴത്തേക്ക് അറബിയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അത്താസ്യ 9 മസാജിദുൻ കസീറത്തുൻ. ഇസ്താംബൂല ഉള അല്ല, ള ഇല്ലാത്തതുകൊണ്ട് ഇല്ലാന്ന് പറയാം. ഇസ്താംബൂൾ. അറബി പറയുമ്പോ ഇസ്താംബൂല. ഈ ഇസ്താംബൂല മസാജിദു കസീറത്തുൻ. മസാജിദിന് അവിടെ ഒരു നമ്മയുള്ളൂ. കാരണം തൻവീൻ സ്വീകരിക്കാത്തതുകൊണ്ട് ഒരു നമ്മയുള്ളൂ. മസാജിദു കസീറത്തുൻ. അഷറ. അഷറ വായിക്കാത്ത ഒരു കുറെ ആൾക്കാരുണ്ട്. ഇന്ദി ഹംസത്തു മഫാത്തിഹുൻ. മഫാത്തിഹ എന്താണ്? ഏത് ബസിനാണ് നമ്മൾ പറഞ്ഞത്? അതിന്റെ ടൈറ്റിൽ ഏതാണ്? നമ്മള് മനാദീരല്ല കൊടുത്തത്, നമ്മള് മസാക്കീൻ. കാരണം നമ്മൾ അഗ്നിയ പിന്നെ കൊണ്ടുവരണം. ഫുക്കറ, അഗ്നിയ എല്ലാം വേറെ ടൈറ്റിൽസ് ആണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് മസാക്കീൻ, പാവപ്പെട്ടവര്. ഇപ്പൊ പാവപ്പെട്ടവർക്ക് ഒരു നമ്മേ ഉള്ളൂ, മസാക്കീനും ഫുക്കറാനും എന്ന് വിചാരിച്ച് ആരും കളിയാക്കണ്ട. അഗ്നിയാനും ഒരു നമ്മേ ഉള്ളൂ കേട്ടാ. അപ്പൊ സമ്പന്നന്മാരും ദരിദ്രന്മാരും ഒരുമിച്ച് വരുന്ന ഒരു വിഷയം ഒരു നമ്മേ ഉള്ളൂ. പിന്നെ ഓക്കെ, അത് കഴിഞ്ഞു. 12. അടുത്ത ആള്. എല്ലാവർക്കും മനസ്സിലായി? 13. കാരണം എന്താണ്? അപ്പൊ ഈ ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞെന്താണ്? പിന്നെ ബാക്കി വില്യമു കൺക്ലൂഷൻ പാർട്ട്, ഉപസംഹാര ഭാഗമാണ്. അതായത് നമ്മള് നോമിനൽ സെന്റൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റാണ്.
നാമവാക്യത്തിൽ രണ്ട് ഭാഗമാണുള്ളത്, പ്രാരംഭ ഭാഗവും ഉപസംഹാര ഭാഗവും. പ്രാരംഭ ഭാഗത്തിനും ഉപസംഹാര ഭാഗത്തിനും എന്താണ് അടയാളം? ലമ്മാണ്. അപ്പൊ നമ്മൾ പഠിച്ച വേറൊരു സാഹചര്യം കൂടെ ഉണ്ട്. ലമ്മല്ലാതെ വരാൻ വേണ്ടി എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് നോക്കാം. അതില്ല. ഇല്ലെങ്കിൽ ലമ്മാണ് കൊടുക്കേണ്ടത്. പിന്നെ വേറെ രീതി പറഞ്ഞതാണ്, പിന്നെ എന്താ പറയാ, തുടക്ക ഭാഗം ഉപസംഹാര ഭാഗം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയാൽ ഉപസംഹാര ഭാഗത്തിന് ലമ്മായിരിക്കും. അത് തന്നീബിസ്മുഹു വില്യമു. തന്മീൻ കസർ സ്വീകരിക്കാത്തതുണ്ട്, തന്മീൻ സ്വീകരിക്കാത്തതുണ്ട്. അപ്പൊ വില്യം എവിടെ എഴുതേണ്ടത്? വില്യം എവിടെ എഴുതേണ്ടത്? അനർബി പദങ്ങളുടെ കൂട്ടത്തിൽ വ്യക്തികളുടെ പേരിന്റെ കൂട്ടത്തിലാണ് എഴുതേണ്ടത്. വില്യമു. അടുത്തത് വഹുവ മിൻ ലണ്ടന മിൻ ലണ്ടന വദാലിക ഇസ്മുഹു ذلك اسمه ലൂയിസ് ആ ലൂയിസ് ലൂയിസു ലുവീസു. ലൂയിസു. ലുവീസ് ആരാണ്? ലൂയിസോ? ലൂയിസ്. ലൂയിസ്. ഓക്കെ. ലൂയിസ്. വഹുവ വഹുവ മിൻ ബരീസ ബാരീസ ബാരിസ വഹുവ മിൻ പാരീസ. അൻസ. അയാൾ പാരീസിലുള്ള ആളാണ്. പാരീസ്. അർബത്തശർ. സയ്യാറത്തി ലൗനുഹ അഹ്ളറു അഖ്ദറു. അപ്പൊ അതെവിടെ എഴുതേണ്ടത്? അഖ്ദറു എവിടെ എഴുതേണ്ടത്? അഹ്മർ കളറുകൾ കളറുകളുടെ കൂട്ടത്തിൽ അഹ്മദിന്റെ പാറ്റേണിന്റെ അടുത്ത പേജിൽ എഴുതേണ്ടത്. അഹ്മദും അഖ്ദറും ഒരുമിച്ച് നമ്മൾ പഠിച്ചത്. പക്ഷെ അഹ്മദ് എന്താണ്? അഹ്മദിന്റെ പോലെ വേറെന്തോ പറഞ്ഞു, വേറെന്തോ പറഞ്ഞായിരുന്നു. അഹ്മർ അഹ്ളർ അഹ്മദിന്റെ അബിയദ് കൂട്ടത്തിൽ വേറെന്തോ പറഞ്ഞായിരുന്നു നമ്മൾ നേരത്തെ. എന്തായാലും അഹ്മറു കളറുകളുടെ എല്ലാം വേറെ എഴുതേണ്ടത്. അഹമ്മദിന്റെ അടുത്ത പേജില്ല, അടുത്ത പേജുകളിൽ വേറെ എന്തോ ഐറ്റം വരുന്നുണ്ട് അഹമ്മദിന്റെ അടുത്ത്. പിന്നെ അതിന്റെ കൂടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയ അക്ബർ അസ്ഗർ പറഞ്ഞു. അത് വേറെ എഴുതണം. സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്നതൊക്കെ വേറെ എഴുതണം. അഹ്ലർ നിറങ്ങളുടെ കൂട്ടത്തിൽ എഴുതണം. അതിന്റെ അപ്പുറത്തെ അഹമ്മദ് പോലെ അങ്ങോട്ട് വേറെ 2-3 ഇനങ്ങൾ വരുന്നുണ്ട് അതേ പാറ്റേണിൽ. അതായത് അഹ്മദും അഹ്ലറും ഒരേപോലെയാണ്. പക്ഷെ എന്താ പറഞ്ഞത്? വിശേഷണ പദം പറഞ്ഞില്ലേ? എന്തായാലും ഉദാഹരണം പറഞ്ഞത്? അഹമ്മദിന്റെ മറ്റു ഉദാഹരണങ്ങൾ പറഞ്ഞു ചോദിച്ചു. അതെ, ഒരു വിശേഷണ പദം പറഞ്ഞല്ലോ. അഹ്ലറിന്റെ മറ്റു പദങ്ങൾ, അതുപോലത്തെ പദങ്ങൾ ചോദിച്ചു. അഹ്ലർ എല്ലാം നിറങ്ങളുടെ കൂട്ടത്തിൽ. അതല്ലാത്ത അഹമ്മദ് വ്യക്തിയുടെ പേരും അല്ലാത്ത വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു വിശേഷണ പദം പറഞ്ഞില്ലേ? ഇത് പറഞ്ഞപ്പോ അത് സ്ത്രീലിംഗാക്കാൻ വേണ്ടി സഫ്ര ഉദാഹരണം പറഞ്ഞിരുന്നു. അതല്ല, അതെല്ലാം നിറങ്ങളുടെ കൂട്ടത്തിൽ എഴുതണം. നേരത്തെ പാഠം ഒന്നര വായിച്ചു നോക്കുന്നത് മനസ്സിലാണ്. നേരത്തെ ഒരു വാക്ക് വന്നായിരുന്നു. മസാജിദ് പറഞ്ഞതോ? മസാജിദ് എന്താണ്? അത് മസാജിദ് ബഹുവചനങ്ങൾ, മസാജിദ് പാറ്റേണിലുള്ള ബഹുവചനങ്ങൾ. അഹ്മദ് പോലുള്ള വേറൊരു സംഭവമുണ്ട്. അഹ്മദ് പോലുള്ള എന്തായിരുന്നാലും അഹമ്മദിന്റെ അടുത്ത പേജിലാണ് അത് എഴുതാൻ പറഞ്ഞത്. അതിന് അടുത്ത പേജിൽ നിറങ്ങൾ അഹ്ലർ വേറെ എഴുതണം കേട്ടോ. അതിന്റെ അടുത്ത പേജിൽ അഹ്ലർ എന്താണ്? ഈ അഹ്ലറിന്റെ കൂടെ ഹദ്റാവും ഒക്കെ ഒരുമിച്ച് എഴുതാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിറങ്ങൾ പിന്നെ വേറെ ഇല്ല. നിറങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നിറങ്ങൾ പിന്നെ ആ നിറങ്ങളല്ലേ ഉള്ളൂ, അത്തരം നിറങ്ങളല്ലോ. അതിന്റെ താഴെ ഇപ്പൊ ഒരു പേജിൽ പകുതിയിൽ അഹ്ലറു അസ്ഫറു അങ്ങനെയുള്ള നിറം അസ്റാഖും എല്ലാം എഴുതണം. അതിന്റെ താഴെ ഖദ്റാഉം സർഖാഉം മുകളിൽ എഴുതി അതേ ക്രമത്തിൽ താഴെ എഴുതണം. ആദ്യം മുകളിൽ അഹ്ലറു ആദ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ താഴെ എഴുതുമ്പോഴത്തേക്ക് ഖദ്റാഉ. മുകളിൽ രണ്ടാമത് അബിയർ എഴുതിയിട്ടുണ്ടെങ്കിൽ താഴെ രണ്ടാമത് ബൈദാഉ. ഇതാരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പേജ് പോസ്റ്റ് ചെയ്യൂ ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും വേണ്ട. അല്ല, ആരെങ്കിലും എഴുതിയ ഒരാളുണ്ടെങ്കിൽ ഒരാളൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മെത്തേഡ് അറിയാൻ. നിങ്ങളൊന്നും അങ്ങനെ പറഞ്ഞ് ശരിയാവില്ല. നിങ്ങൾ എത്ര വർഷം കൊണ്ട് പഠിക്കുന്നു? അല്ല, ഫോമാ ഞാൻ പറയുന്നത്. ഫോമിൽ എങ്ങനെയാണ് എഴുതുക? ഒരു ഹാഫ് പേജ് എന്നൊക്കെ പറയുമ്പോൾ അതായത് അവരവരുടെ ഫോമിൽ എഴുതി ഈ പറഞ്ഞതുപോലെ ബുക്ക് ഉണ്ടാക്കുക. എന്നിട്ട് അവരവരുടെ ഫോമിൽ എഴുതുക.
അത് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ്. അങ്ങനെ എഴുതി. ശരി. ഇതൊന്നും എഴുതി പോസ്റ്റ് ചെയ്യണ്ട. അല്ല, ഇതില് പോസ്റ്റ് ചെയ്യണമെന്നല്ല, ഒന്നാരെങ്കിലും പോസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഗ്രൂപ്പിൽ ഇടണ്ടാന്ന്. ഓക്കെ, ശരി. ഒരു ഐഡിയ വെച്ച് അങ്ങോട്ട് എഴുതാം. അതായത് ഇത് പറഞ്ഞതെല്ലാം പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്പസ്വല്പം മാറാവുന്നതാണ്. അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും പേജൊക്കെ മാറാം. ഓക്കെ, ശരി. പക്ഷെ അടുത്തടുത്ത് നമ്മൾ പറഞ്ഞ ഒരു ഐഡിയയിൽ വരണം. ഞാനൊരു ഐഡിയ ആണ് പറഞ്ഞത്, ആ ഐഡിയയിൽ വരണം. ഞാൻ എന്തുകൊണ്ട് ഇടണ്ട എന്ന് പറഞ്ഞത് നിങ്ങളുടെ മൈൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കാണ്, എന്റെ നന്മയ്ക്കല്ല. അപ്പൊ നിങ്ങളെ മൈൻഡ് സ്വന്തം ഉണ്ടാക്കും. നമ്മള് ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ കുറെ ആക്ടിവിറ്റീസ് ആൾക്കാരെ കൊണ്ട് ചെയ്തിരുന്നു. ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. ഓരോരുത്തരും ഓരോ രീതിയിലായിരുന്നു. അപ്പോ എല്ലാരും ക്ലാസ്സിൽ കൊണ്ടുവന്നു, എഴുതി കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്ന പല പല രീതിയിലാണ്. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. മനസ്സിലാക്കിയ രീതിയിൽ ഒരു ഘടനയിൽ, ഞാൻ പറഞ്ഞ ഒരു ഘടനയിൽ നമ്മൾ എഴുതി വെക്കുക. ഇത് രണ്ടാം നമുക്ക് എടുത്ത് നോക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ. ആമിനത്ത് രണ്ട് സ്ഥലത്ത് എഴുതാമല്ലോ. ആമിനത്ത് രണ്ട് സ്ഥലത്ത് എഴുതാം, ഒരു സ്ഥലത്ത് എഴുതിയാലും മതി, കുഴപ്പമില്ല. ഒരു സ്ഥലത്ത് എഴുതിയാലും മതി, രണ്ട് സ്ഥലത്തും എഴുതുകയും ചെയ്യാം. ആമിനത്ത് സ്ത്രീകളുടെ പേരെന്നാളേക്ക് ഇപ്പുറത്ത് എഴുതാം, താഴെയുള്ള നാമം എന്നല്ലെങ്കിൽ അപ്പുറത്ത് നാമങ്ങളുടെ കൂട്ടത്തില്. അതെ, രണ്ടു സ്ഥലത്ത് എഴുതിയാലും നമുക്ക് കുറെ കൂടെ വ്യക്തമാകും. ഏതാ വായിച്ചത്? ഇന്ത്യ കലമുൻ സിയാറത്തി ലൗനുഹ അഖ്ബർ. ഹംസ ആര് വായിക്കും? ഹംസത്തേഷ ഒരാൾ വായിക്കും? മൈക്കോൺ ചെയ്തിട്ടൊന്നും പറയുന്നില്ല. ഇന്ത്യ കലമു അഹ്മറ. കലമിന്റെ ഒരു നമ്മ ഇവിടെ പോയി. ഇന്ത്യ കലമുൻ അഹ്മറ. കലമുൻ അഹ്മറു. കാരണം കളറിന്റെ മുമ്പ് ഇലാഫത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കളറിന് മുമ്പുള്ള വാക്ക് ഇലാഫത്തല്ല. അതുകൊണ്ട് തെന്മീൻ പൂർണ്ണമായിട്ടും വരും. രണ്ട് തെന്മീനും ഉണ്ടെങ്കിൽ രണ്ട് തെന്മീനും വരും. നമ്മൾ കുറച്ച് ചിന്തിച്ച് ഈ പുസ്തകം ഭാഗം 1 കുറച്ച് ചിന്തിച്ച് മെനക്കെട്ട് വായിച്ചാൽ 2 നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഇതിന് കുറെ ആൾക്കാർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിത് ഇത്രയും സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അപ്പോഴും മറ്റുള്ളവർക്കും തോന്നി നമ്മൾ കുറച്ച് സ്ലോ ആണോ എന്ന് തോന്നി. അപ്പൊ അവരെന്തായി? ആക്റ്റീവായി. ശരിയല്ലേ? ആണോ അല്ലേ? ശരിയാണ്. കുറച്ചുപേർ ആക്റ്റീവ് ആയപ്പോൾ മറ്റുള്ളവര് നമ്മൾ ആക്റ്റീവ് ആണെന്ന് തോന്നലുണ്ടായി. അപ്പൊ അങ്ങനെയാണ്. അതാണ് നമ്മൾ കമ്പൈൻ സ്റ്റഡിയുടെ അല്ലെങ്കിൽ ഒരുമിച്ച് പഠനത്തിന്റെ ഉപയോഗം, ഗ്രൂപ്പ് സ്റ്റഡിയുടെ. ഇതേപോലെ ഈ പാഠപുസ്തകം നന്നായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ചാൽ, വായിച്ച് പ്രാക്ടീസ് ചെയ്താൽ, വായിച്ച് കാണാൻ പഠിക്കുമെന്നല്ല പറയുന്നത്, വായിച്ച് പ്രാക്ടീസ് ചെയ്താൽ പാർട്ട് 2 നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിരിക്കും. ഇതിന്റെ അടുത്ത ഘട്ടമാണ് അതിൽ വരുന്നത്. പുതിയ വാക്കുകൾ കുറച്ച് ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അതേപോലെ പുതിയ കാര്യങ്ങൾ പടിപടിയായിട്ടാണ് വരിക. നിങ്ങൾ ആരെങ്കിലും അൽ അറബിയ ബൈന ഇതൊക്കെ പഠിച്ചതെന്ന് എനിക്കറിയില്ല. അതേപോലെ നിങ്ങൾ ഏത് പുസ്തകം എടുത്താലും അതില് കുറേ കാര്യങ്ങൾ പഠിച്ചു പോകും. എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോലുള്ളവർക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. അതേസമയം ഇതങ്ങനെയല്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് പോകുന്നത്. അതേപോലെ ഈസിയസ്റ്റ് ഫസ്റ്റ് എന്ന രീതിയിലാണ്, എളുപ്പമുള്ളത് ആദ്യം എന്ന രീതിയിലാണ് ഇത് പോകുന്നത്. അടുത്തത് ഇന്ത്യ കലമുൻ അഹ്മർ കഴിഞ്ഞിട്ട് അടുത്ത സിത്താഷർ. ഉസ്താദെ ഒരു സെക്കൻഡ്. ഹലോ, നിറങ്ങളെ നാമാദ്യം ലെമ്മ പോലെ എപ്പോഴും അത് ഏത് സാഹചര്യത്തിലും അങ്ങനെ തന്നെ ആവോ? ഏത് സാഹചര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ കോമൺ ആയിട്ട് പറഞ്ഞാൽ നാമങ്ങൾ അതായത് തൻവീൻ കസ്ർ സ്വീകരിക്കാത്ത പദങ്ങളിൽ അൽ വന്നു കഴിഞ്ഞാൽ കസ്ർ സ്വീകരിക്കും. കസ്ർ സ്വീകരിക്കാത്ത പദങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അൽ വരും. അങ്ങനെ അൽ വന്നാൽ എന്ത് ചെയ്യും? കസ്ർ സ്വീകരിക്കും. അത് നിറത്തിനും ഇപ്പോ അത് കോമൺ ആണ്. പൊതുവിൽ
ആ കസർ സ്വീകരിക്കാത്ത പദങ്ങൾക്ക് അൽ വന്നാൽ കസർ സ്വീകരിക്കും. പിന്നെ അതേപോലെ വേറെ ഒരു സന്ദർഭം കൂടെയാണ്, ഞാൻ ആലോചിച്ച് പറഞ്ഞുതരാം. എന്തായാലും അവിടെ വരുമ്പോൾ പഠിച്ചാലും മതി. അത് കസർ സ്വീകരിക്കുന്ന അപ്പൊ സന്ദർഭം അപ്പൊ വരും. ഞാൻ സാങ്കല്പികമായിട്ട് ചോദ്യം ചോദിക്കണം. അപ്പൊ ഈ 14-ാമത്തേല് ഒരു ലീ വെച്ചിട്ട് അഹ്ലരി എന്ന് പറയാമോ? ഇല്ല ഇല്ല, ഒരു സാങ്കല്പികമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം അവിടെ വന്നോ? അതെ, പ്രിപ്പോസിഷൻ ലീ വന്നോണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കസർ വന്നത്. അൽ വന്നു കഴിഞ്ഞാൽ അൽ വന്നാൽ അതിനാൽ വന്നാൽ കസർ സ്വീകരിക്കും. ഓ ശരി. അപ്പൊ അൽ അഹ്ലരി അഹ്ലരി അതാണോ? അത് മാത്രം പോരല്ലോ. അൽ വന്നാൽ കസർ സ്വീകരിക്കും. കസർ വരണ്ടേ, എന്നാലേ സ്വീകരിക്കുള്ളൂ. ഞാൻ സക്കാത്ത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 കണ്ടീഷൻ വേണം. ഒന്ന്, സക്കാത്ത് സ്വീകരിക്കാൻ അർഹനാകണം. അപ്പൊ ഞാൻ സക്കാത്ത് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ സക്കാത്ത് ആരെങ്കിലും തന്നാലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇലൽ അഖ്ലരി എന്ന് പറയാം. ഇലൽ ബൈത്തിൽ അബിയളി. ഇവിടെ അൽ ബൈത്തുൽ അബിയൽ വന്നില്ലോ. ദഹബത്തു ഇലൽ ബൈത്തിൽ അബിയളി എന്ന് പറയാം. അതിലേക്ക് പോകാതിരിക്കാനുള്ള പണിയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതി, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കാര്യം ഒരുപാട് കാര്യത്തിലേക്ക് പോയി പഠിക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക? ഉറപ്പിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിക്കുക. അടുത്ത സ്റ്റെപ്പ് പിന്നെ വരും. അതാണ് ഈ പാഠപുസ്തകത്തിന്റെ പ്രത്യേകത. നിങ്ങൾ ഇത് 3 പഠിച്ചു നോക്കിയാൽ നിങ്ങൾ നേരത്തെ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് പാർട്ട് 1, 2, 3 ഉണ്ടല്ലോ, അണ്ടർസ്റ്റാൻഡ് ലോകത്തിലാകുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ മറന്നുപോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അടുക്കും ചിട്ടയോടുകൂടി ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോ ഇതിന്റെ 3ാമത്തെ ഭാഗം പഠിപ്പിച്ച് തീർത്തിരിക്കുക. 3ാം ഭാഗം ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്, അവസാനത്തെ ഭാഗത്ത് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കും. അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണ്ട? ഇതിൽ പറയാത്ത കാര്യങ്ങൾ സാങ്കല്പികമായിട്ട് കൊണ്ടുവരണ്ട. കൊണ്ടുവരാതിരുന്നാല് ഈ പഠിച്ച കാര്യങ്ങൾ അവിടെ എന്താകും? ഉറപ്പാവും. അല്ല, പഠിച്ച കാര്യങ്ങൾ അവിടെ ഉറപ്പാവും. വേറെ കാര്യങ്ങൾ ചെയ്യണ്ട, ഇപ്പോൾ കൊണ്ടുവരണ്ട. കാരണം പിന്നീട് നമ്മൾ പഠിക്കാനിരിക്കും. ഊണ് വിളമ്പുമ്പോൾ പായസം ഇല്ലേന്ന് ചോദിക്കരുത് ആദ്യം തന്നെ. കാരണം പായസം എന്താണ്? ഫൈനൽ സാധനമാണ്. അപ്പൊ ഫൈനലിൽ കൊണ്ടുവരുന്നത് ഊണ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉണ്ടായിരിക്കണം എന്നാണ്. അതേപോലെ പിന്നെ ആദ്യം പപ്പടം കൊണ്ടുവച്ചു, പപ്പടം അച്ചാറും കൊണ്ടുവച്ചു, അവിയലില്ലെന്ന് ചോദിക്കരുത്. അത് അടുത്ത ഘട്ടത്തിൽ അവിയൽ വരും. അത് അവിയലില്ലാതെ ഇതില്ല, ഊണില്ല. അപ്പൊ അതൊന്നും നോക്കുന്നില്ല. ഇപ്പൊ പരിപ്പാത്തിലുള്ള പരിപ്പിന് പകരം മോരാണ് വരിക. പരിപ്പിന്റെ കളറിൽ മോര് വരും. ഇല്ലേ? അപ്പൊ അതൊരു ക്രമമാണ്. അതിനൊരു ഇതിന്റെ ക്രമം അനുസരിച്ച് അടുത്ത് വരും. കാരണം ഇത് നമ്മൾ എക്സ്ട്രീം ബിഗിനിങ്ങിലാണ് ഇപ്പോഴുള്ളത്. പറഞ്ഞാൽ തുടക്കത്തിൽ ബിഗിനിങ് പാർട്ടില്ല. അപ്പൊ നമ്മൾ ഇനി 2ാം ഭാഗം 3ാം ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഒരുപാട് കാര്യങ്ങൾ അൽ അറബിയ്യ ബൈന യദൈക പോലുള്ള പുസ്തകങ്ങളിൽ ഒരുപാട് ആനുകാലിക പദങ്ങളുണ്ട്. പക്ഷേ അവരെന്തല്ല, അവർ ഓർഗനൈസ്ഡ് ഘടനയിലല്ല ഉള്ളത്. അത് തന്നെ ക്രിയകളൊക്കെ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇത് പഠിക്ക്. 16ാമത്തെ വായിക്കൂ സിത്താഷാൻ. സിത്താഷർ 16. അൽ ബൈത്തുൽ അബിയദ്. അൽ ബൈത്തുൽ അബിയദ്. വാഷിംഗ്ടണിലാണ്. ഫി വാഷിംഗ്ടന. ഒന്നുണ്ട് വാഷിംഗ്ടന്. വാഷിംഗ്ടനു ആണോ? തെറ്റല്ലേ? എന്തുകൊണ്ട്
വാഷിംഗ്ടൺ കൺക്ലൂഷൻ ഒന്നല്ല എന്നല്ലേ ഇവിടെ വേണ്ടത്? ഫീ വന്നുകൊണ്ട് കൺക്ലൂഷൻ അതൊക്കെ മാറി. ആ ഇപ്പൊ ഫീ പുസ്തകത്തില് വന്നാൽ ഫീ ലമ്മാണ്. വാഷിംഗ്ടൺ എന്നുള്ള കൺക്ലൂഷൻ ആയിരിക്കാം. പക്ഷെ എന്താണ് ഫീ വന്നു കഴിഞ്ഞാൽ ആ പുസ്തകത്തിന് നിയമമൊക്കെ മാറി അതിന്റെ കസർ വരുത്തുന്ന പദം വന്നാൽ കസറിന്റെ സ്ഥാനമാണ്. അതുകൊണ്ട് 10 കസറിന് പകരം 10 കൊടുക്കണം. അപ്പൊ അവിടെ ലമ്മാണ് പുസ്തകത്തില്. പുസ്തകത്തിൽ നമ്മളാണെങ്കിൽ തിരുത്തുക. ആ 10 ഉണ്ട് അല്ലെ? യെസ്. ആ ഓക്കെ. കാരണം ഇതിവിടെ പഠിപ്പിക്കുന്നത് ഓരോന്നിലും ഈ ഗൈർ മുൻസരിഫായ പദങ്ങളുണ്ട്. അപ്പൊ ഈ 16-ാമത്തേൽ എവിടെയാണ് ഗൈർ മുൻസരിഫ്? ഗൈർ മുൻസരിഫ് എന്നാല് ഫീ വന്നാല് 10 കൊടുക്കണം, കസ്റിന് പകരം 10 കൊടുക്കണം. എന്നാലേ ആ ഉദാഹരണത്തിൽ അത് വരുള്ളൂ. ശബാത്താഷ ذهب أحمد ذهب إلى أحمد محمد إلى المحمد. إلى محمد ذهب أحمد إلى محمد ഇലാ മുഹമ്മദിൻ. إلى محمد. അപ്പൊ ഇവിടെ ഏതാ ഗൈർ മുൻസരിഫ്? അഹ്മദു. അഹ്മദു ഒരു തമ്മേ ഉള്ളൂ. ذهب أحمد. അടുത്തത് 18. ذهب ذهب محمد محمد إلى أحمد ذهب محمد إلى الأحمد. إلى أحمد إلى أحمد إلى أحمد. إلى أحمد. أوكي 19. أنت من مكة. أنت من مكة. أمن مكة أنت. أنت അന്ത മിൻ മക്കത്ത. لا أنا من أنت لا من مكة. أنا من الطائف. من لا الطائف. طائف. طائفة. لا طائف. أنا من الطائفة طائفة എങ്ങനെ പദം? അറബി طائفونല്ലേ വരിക? അത് തൻവീനില്ലല്ലോ, തൻവീൻ ഉള്ളതല്ലേ? അതെ. തായിഫുൻ. തൻവീൻ ഉണ്ടോ ഇല്ലെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ആൽ വന്നു കഴിഞ്ഞാൽ കസ്ര സ്വീകരിക്കും. പിന്നെ തൻവീനും ഇല്ല. ആൽ വന്നാൽ തൻവീൻ എന്തായാലും ഉണ്ടാവില്ല. പിന്നെ തായിഫി. ഓക്കെ. ഇനി ഉണ്ടോ? ഇഖ്റ. ശിരീൻ ആ, ശിരീൻ ഒരെണ്ണം ഉണ്ട്. പറയും. ഉഖ്തു ഫാത്തിമത്ത താലിബത്തു. ഉഖ്തു فاطمة ഫാത്തിമത്തു. ഫാത്തിമത്ത. ഉഖ്തു എങ്ങനെയാ ഫാത്തിമത്തു എന്ന് വരിക? ഫാത്തിമത്ത. നേരത്തെ ഇതേപോലെ ഉദാഹരണം വന്നല്ലോ. ഉഖ്തു ഫാത്തിമത്ത. ഖിലാഫത്തിൽ കസർ ഇവിടെ വരാത്തോണ്ട് 10 വന്നു. ഇലാഫത്തിന് വന്നപ്പോ കസർ സ്വീകരിക്കാത്തോണ്ട് 10 കൊടുക്കും. ഉഖ്തു ഫാത്തിമത്ത താലിബത്തുൻ. താലിബത്തുൻ. ഓക്കെ. اقرأ الكلمات الآتية واكتبها مع ضبط أواخرها. അതാരാ വേഗത്തിൽ വായിക്കുക? ഞാൻ വായിക്കാം. ആമനത്തു മിൻ ആമനത്ത. ആമിനത്തു മിൻ ആമിനത്ത. ആമിനത്തു മിൻ ആമിനത്ത. ലാ അഹ്മദ. لأحمد അഹ്മദ്. അഹ്മദ. അഹ്മദ. അഹ്മദു. أحمد ഉസ്മാനു മിൻ പാകിസ്ഥാന. പാകിസ്ഥാനു. ഖദീജത്ത ലണ്ടനു ഇലാ ബഗ്ദാദ. ഇസ്തംബൂലു മക്കത്തു ഫി മക്കത്ത ജുദ്ദത്തു. മാഷാ അല്ലാഹ്. മസാജിദു ബാക്കി ഫി അടുത്ത ആള് മദാരി- വേറെ വായിക്കുക. അടുത്ത ആള് വായിക്കും. മസാജിദ്. അടുത്ത ആള് മസാജിദു മദാരിസ. ഫി മദാരിസ. യാഖൂബു ലി ഇസ്ഹാഖു. إسحاق മആവിത്തു معاوية من معاوية من معاوية മിൻ മുആവിയത്ത. لعائشة عائشة. لعائشة ആയിഷത്ത. പിന്നെ محمد خالد خالد من عباس മിൻ അബ്ബാസ് അല്ല. മിൻ അബ്ബാസിൻ. മിൻ അബ്ബാസിൻ. من عباس نعمان. നുഅ്മാൻ എന്താണ്? ഉസ്മാന്റെ കൂട്ടത്തിൽ എഴുതേണ്ടതാ. نعمان حامد. ഹാമിദുൻ. നുഅ്മാനു ഹാമിദുൻ. الرحمن
حامدا ഓക്കെ. പിന്നെന്താണ്? ഉക്തുബിൽ അദദ മിൻ സലാസത ഇലാ അശറത വജഅൽ കുല്ലൻ മിനൽ കലിമാത്തിൽ ആതിയ ആതിയതി മഅദൂദൻ ലഹാ 3 മുതൽ 10 വരെ. മംനൂഉ മിന സർഫ്. എന്ത് ചെയ്യണം? മസാജിദു പ്ലൂറൽ ഓഫ് ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാണ്. മസ്ജിദിന്റെ ബഹുവചനം മസാജിദു എന്നാണ്. എന്ത് ചെയ്യണം? 3 മുതൽ 10 വരെ എഴുതാൻ. സലാസത്ത് മസാജിദ. അപ്പൊ എന്ത് ചെയ്യണം? 3 മുതൽ 10 വരെ മസാജിദ് ചേർത്ത് എഴുതണം. അതേപോലെ ഫനാദിഖ് ചേർത്ത് എഴുതണം. അത് ഉദാഹരണം കൊടുത്തതാണ്. ഈ വാക്കുകളെല്ലാം എഴുതണം. ഇതിന്റെ എല്ലാത്തിന്റെ ബഹുവചനം. ഇതിന്റെ ബഹുവചനമാണ് എഴുതേണ്ടത്. ഉന്ദക്കിന്റെ ബഹുവചനം ഫനാദിഖ്, ഇന്ത്യയിലിന്റെ ബഹുവചനം മനാദീലു, മസാക്കീൻ വസ്ന് മഫാത്തിഹു. സദീഖിന്റെ ബഹുവചനം അസ്തിഖാഉ. അപ്പൊ നമ്മള് ബൈളാ പറഞ്ഞില്ലേ? ബൈളാ പറഞ്ഞ കളറിന്റെ പേരാണ്. അതേപോലെ അസ്തിഖാഉ എന്താണ്? ഒരു ആശയമുള്ള പദമാണ്. അപ്പൊ എന്താണ്? അത് അപ്പുറത്ത് എഴുതണം. അതിന്റെ അപ്പുറത്ത് ആയിൽ അവസാനിക്കുന്നതാണ്, പക്ഷേ അതെന്താണ്? ഒരർത്ഥമുള്ള പദമാണ്. അതുകൊണ്ട് അസ്തിഖാഉ അടുത്ത പേര് എഴുതണം. ജമീലു അതേപോലെ ആ പേര് ജമീലു. അസ്തിഖാഇന്റെ കൂട്ടത്തിലല്ല എഴുതേണ്ടത്. ജുമല എന്താണ്? നമ്മള് ഫുഖറാന്റെ കൂട്ടത്തിലുള്ളതാണ്. ഫുഖറാന്റെ കൂട്ടത്തിലുള്ള. കുർസിയുടെ ബഹുവചനം കറാസിയു. മസാജിദ് വസനാണ്. കറാസിയു മസാജിദു. അതെ. മദ്രസത്തിന്റെ മദാരിസു. തഖീഖത്തിൻ്റെത് അല്ല, മുദരിസത്തിന്റെ മുദരിസാത്തല്ലേ? 3 മുതൽ 10 വരെ എഴുതാൻ നിങ്ങൾക്ക് എക്സസൈസ് കിട്ടും. മുദരിസാത്തല്ലേ? മുദരിസത്തല്ല. മുദരിസത്ത് വായിക്കാൻ വേണ്ടി മീമിന് 10 ഇട്ടിട്ടുണ്ട്. അപ്പൊ സംശയമുള്ളതിന് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചു പഠിച്ചാൽ അറബി കാണാൻ നിങ്ങൾ പഠിച്ച അത്രത്തോളം നിങ്ങൾക്ക് 10 അംഗസ് ഇല്ലാതെ പഠിക്കാനും വായിക്കാനും പറ്റും. ഈ മദ്രസത്തുന്നുള്ളത് മുദരിസത്തുന്ന് വായിച്ചുകൂടെ? അത് വായിക്കാതിരിക്കാൻ വേണ്ടിയാണ് മീമിന് 10 ഇട്ടേക്കുന്നത്. മീമിന് ഫത്തഹ. ബുക്കിലില്ല, ഇതിലുണ്ട്. ബുക്കിൽ ഒരു 10 ഇട്ടോളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ എന്താണ്? ഇതെല്ലാം മംനൂ മിന സർഫാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മുദരിസത്തിട്ടാല് മംനൂ മിന സർഫ് ആവൂല. മദ്രസത്താണെങ്കിൽ മദാരിസു മംനൂ മിന സർഫാണ്. ബാക്കിയെല്ലാം മംനൂ മിന സർഫാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മംനൂ മിന സർഫിലുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ 3 മുതൽ 10 വരെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എക്സസൈസിൽ എഴുതി ഗ്രൂപ്പിൽ ഇടേണ്ടതാണ്. ദഖീഖത്തുൻ ദഖായിഖു അല്ലേ? ദഖീഖത്തുൻ ദഖായിഖു നിമിഷങ്ങൾ അല്ലേ? മിനിറ്റ്സ്. എന്തായാലും കുറെ വാക്ക് തലേ കയറിയുണ്ട് ഉസ്താദേ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അതെ, വലിയ സംഭവമാണ്. റഷീദ് സാറ് ഹിഫുള്ളാക്കലുണ്ടോ? ഉണ്ട്. ഞാൻ ഈ മാമണൂർ പള്ളിയിൽ, അതാണ് എനിക്ക് പഴയ ഹിഫുൾ തന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണോ അതോ പുതിയ ഹിഫുള്ളാക്കുന്നുണ്ടോ? അല്ല, പുതിയത് പഠിക്കുന്നു. പുതിയത് പഠിക്കുന്നുണ്ട്. അതെ, അത് ഞാൻ ചെയ്ത് പാരായണം ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി. ലേറ്റസ്റ്റ് വായിച്ചോണ്ടിരിക്കുന്ന പുസ്തകം ഏതാ? ഏത് പുസ്തകം? എന്തെങ്കിലും പുസ്തകം വായിക്കുന്നുണ്ടോ? നിയമം ലോയാണ് വായിക്കുന്നത്. അതിവിടെ വേറെ ഖുർആൻ മാത്രമുള്ള സ്ഥലം, ഈ പഠനം മാത്രമുള്ളപ്പോ വായന വായിക്കണം.
ആ വായിക്കണം. ഫിക്ഷൻ വായിക്കാം, അതേപോലെ ഫാക്റ്റും വായിക്കാം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നമ്മളെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ വായന ഉള്ളത്. ദിവസം 3 മണിക്കൂർ വായിച്ചെങ്കിലേ മെമ്മറി മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആ അല്ല, ആ വർക്കിംഗ് വേറെ നടക്കേണ്ടി. അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ലോയെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരുപാട് റെഫർ ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പൊ അതെന്താണ്? അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയുന്ന സംഗതിയിലേക്ക് ശ്രദ്ധ പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളിപ്പോ ഒരു വിഷയത്തിൽ പഠിക്കുമ്പോൾ ഇത് എന്തൊക്കെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങളിലേക്ക് വീണ്ടും ശ്രദ്ധ പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെന്തിനാ മെമ്മറി വരുന്നില്ല. മെമ്മറി വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഫിക്ഷൻ വായിക്കുക എന്ന് പറയും. ഫിക്ഷൻ കഥ, ചെറുകഥ, നോവലുകളൊക്കെ വായിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ മൈൻഡിന്റെ ഒരു സെക്കൻഡ് ലെവൽ ഉണ്ടാവും. ആ സെക്കൻഡ് ലെവൽ വയ്ക്കാൻ തുടങ്ങുന്നതിനാണ് ഈ പിന്നെ എന്താ പറയാ അതുപോലെ കഥ, നോവലൊക്കെ വായിക്കാൻ പറയുന്നത്. മോട്ടിവേഷൻ ബുക്സ് മോട്ടിവേഷൻ ബുക്സ് ഒക്കെ വായിച്ചാൽ പറ്റില്ല. മോട്ടിവേഷൻ ബുക്കുകൾ വായിക്കാം. നിങ്ങൾ വായിക്കാൻ ആദ്യം വായിച്ചിരിക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് ശിവഖേരയുടെ യു ക്യാൻ വിൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എന്താണ്? ശിവഖേര ഉണ്ടായിരുന്ന പോരാ, നിങ്ങളൊരു 10 പ്രാവശ്യം 100 പ്രാവശ്യം വായിച്ചാലും കുഴപ്പമില്ല. എന്താണ് യൂത്ത് ആൻഡ് ശിവഖേരയുടെ യു ക്യാൻ വിൻ. യു ക്യാൻ വിൻ. ഓക്കെ, യു ക്യാൻ വിൻ ഇംഗ്ലീഷിലാണ്. ഓക്കെ, ചിലപ്പോൾ അതിന്റെ മലയാളം കിട്ടുമായിരിക്കാം, പക്ഷെ ഇംഗ്ലീഷ് തന്നെ വായിച്ചാൽ അത്ര നന്നായി. കുഴപ്പമില്ല. അത് അയാൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഫുള്ള് ഖുർആൻ ഹദീസാണ്, അതുകൊണ്ടാണ് വായിക്കാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന്റെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഹദീസ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓ ശരിയാ. ഹദീസും ഖുർആനൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ സംഭവം തന്നെ നമ്മൾ വേറെ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. കംപ്ലീറ്റ് ഹദീസിന്റെ ഇനി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ എടുത്ത് മൊറാലിറ്റി ഇല്ലേ, മൊറാലിറ്റി അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മദ്യപാനം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മദ്യപിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മദ്യപിക്കാൻ പാടില്ല അത്രത്തോളം. പക്ഷെ അദ്ദേഹത്തിന് വേറെ ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ കഴിയാത്ത വേറെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പൊളിറ്റിക്സിലുണ്ട്. എന്തോ ഒരു കാര്യം അദ്ദേഹം യോജിക്കാൻ പറ്റാത്തത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇയാളെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ആരാണ് ശിവഖേര എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഇന്ത്യൻ റൈറ്ററാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ അയാളുടെ ഏതോ ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് യോജിക്കാൻ പറ്റാത്ത സംഭവമാണ്. പക്ഷെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കംപ്ലീറ്റ്, കാരണം ഇത് എങ്കിൽ മാത്രമേ ഈ പുസ്തകം വിൽക്കുള്ളൂ. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വിജയിക്കാം. നിങ്ങൾ അത് കംപ്ലീറ്റ് വായിച്ചു നോക്ക്. മദ്യപിക്കാൻ പാടില്ല. ശിവ് ഖേര. ഞാൻ കാണിക്കാം ഇപ്പൊ. യു ക്യാൻ വിൻ കാണുന്നുണ്ടോ? ശിവഖേര. ടൈറ്റിൽ കുറെ കൂടെ വ്യത്യാസമുണ്ട്. ആളുടെ പേര് വേറെ രീതിയിലാണ്. മില്യൺ കൂടുതൽ മില്യൺ വിറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ വാങ്ങിയപ്പോഴേ 3.3 വിറ്റുള്ളൂ. ഇപ്പൊ അതിനുശേഷം പിന്നെ കൂടുതൽ വിറ്റിട്ടുള്ളത്. ഇപ്പൊ 10 മില്യൺ എന്താ കഴിഞ്ഞെന്ന് തോന്നുന്നു. കാരണം കംപ്ലീറ്റ് ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധാരണ നമ്മൾ ഇപ്പൊ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം അദ്ദേഹം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം വിരുദ്ധമായിട്ടാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി അത് കഴിഞ്ഞാൽ ഇപ്പം റഷീദ് സാർ പറഞ്ഞതുപോലെ നെക്സ്റ്റ് വീക്ക് അവധി. അതിന്റെ അടുത്ത ആഴ്ചയാണ് പരീക്ഷ. എന്തായാലും വലിയൊരു മനസ്സിന് വലിയൊരു ഓപ്പണിംഗ് ആയി അതിന്റെ ക്ലാസ്. രണ്ടാഴ്ച കിട്ടും. ചൊവ്വാഴ്ച മോഡൽ ക്വസ്റ്റ്യൻ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളായിരിക്കും നമ്മൾ എടുക്കുക. പാഠപുസ്തകത്തിന്റെ ഹെഡിങ് ഇല്ലേ, ആ ഹെഡിങ് ആയിരിക്കും നമ്മൾ എടുക്കുക. അതേപോലത്തെ സംഭവം നോക്കട്ടെ. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. നേരത്തെയുള്ള പാറ്റേൺ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഒരുപാട് മെനക്കെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യന്തം വായിച്ചു നോക്കണം. ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഉസ്താദിന്റെ അസസ്മെന്റ് എന്താ? നല്ല അദ്ദേഹം പറഞ്ഞു ക്രിയേറ്റീവ് ആണ്. ഈ ക്ലാസ് വളരെ ക്രിയേറ്റീവ് ആയി. അപ്പൊ കുറെ ആൾക്കാർ ഞാൻ അതാ പറഞ്ഞത്,
ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇപ്പോഴും പ്രസന്റ് ആണ്. ചിലപ്പോൾ ചില ആൾക്കാർ ക്ലാസ് സമയം കഴിഞ്ഞാൽ പോയിക്കളയും. അതുകൊണ്ട് നമ്മൾ പഠിച്ചെന്നാ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. നമ്മൾ പഠനത്തിന് അപ്പുറം ചില കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തില്ലേ. ഇതാണ് നമ്മുടെ എംപവർമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട്. പഠിക്കുമ്പോൾ നമുക്ക് ഈ മെമ്മറി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അത് സുപ്രധാനമായ വിഷയമാണ്. ഇപ്പൊ നമ്മള് ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞാൽ ഇപ്പൊ സ്കൂളുകളിൽ അവരുടെ ടെൻഷൻ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ മയക്കുമരുന്നിലേക്കും അതുപോലെ കാര്യങ്ങളിലേക്കും പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടി ഡാൻസ് പഠിപ്പിച്ചാൽ മതി എന്നാണ്. അപ്പോ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയം, അവിടെ ചർച്ച ചെയ്യാനുള്ള വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഇതല്ല എടുത്തുകൊണ്ട് വരേണ്ടത്. നമ്പർ 1, കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന വിഷയങ്ങളെ മാനേജ് ചെയ്യാൻ സ്കൂളുകൾക്ക് പറ്റുന്നുണ്ടോ? 1. 2, ഈ മയക്കുമരുന്ന് പോലുള്ള വിഷയങ്ങളിൽ പിടിക്കപ്പെടുന്ന മയക്കുമരുന്നുകളുടെ ഉറവിടം കണ്ടെത്തിയിട്ട് ആ ഉറവിടത്തിലുള്ള ആരെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ? നടക്കില്ല സാറേ. അതാണ് ചോദിക്കുന്നത്. സാറ് തന്നെ പറഞ്ഞു. എന്റെ അനുഭവത്തില് സോഴ്സ് ഇതിന്റെ അല്ലേ? അതെ, ഞാൻ എന്റെ ഔദ്യോഗിക കമ്മിറ്റി മെമ്പർ ആയിരുന്നു. അതായത് ഇതിന്റെ സോഴ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതായത് 3 ബിസിനസ് ലോകത്തില് ഡോമിനന്റ് ആണ്. ഒന്ന് ആയുധ കച്ചവടം, മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത്. അതെ. അപ്പോ ഇതായിരുന്നു നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയം. ഇത് മയക്കുമരുന്നിന്റെ ലോബിയെ പിടിച്ചു. മയക്കുമരുന്നിന്റെ ഏതെങ്കിലും ഒരു ക്യാരിയറെയാണ് പിടിക്കുന്നത്. ആ ക്യാരിയറെ പിടിച്ചപ്പോ അവന്റെ ലീഡറിനെങ്കിലും പിടിക്കാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും ഇല്ല. എവിടെയെങ്കിലും കിട്ടിയോ? ഇത് നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്നു. നമ്മൾ ഡയറക്റ്റ് അപ്രോച്ചാണ് ചെയ്തത്. ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത ഉടനെ തന്നെ ആൾക്കാർ നമ്മൾ മിംഗ്ലിങ്ങിനാണ് പിടിച്ചത്. മിംഗ്ലിങ്ങും അതുപോലുള്ള വസ്ത്രധാരണത്തിലാണ് പിടിച്ചത്. അത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ അല്ല തൊടേണ്ടിയിരുന്നത്. നമ്മൾ തൊടേണ്ടിയിരുന്നത് മയക്കുമരുന്നിന് പരിഹാരമെങ്കിൽ എത്ര മയക്കുമരുന്ന് കേസുകൾ സ്കൂളുകളിൽ നിന്നും പിടിച്ചു, സ്കൂളുമായി ബന്ധപ്പെട്ട് പിടിച്ച മയക്കുമരുന്നിന്റെ അയാളുടെ സെക്കൻഡ് ലെവൽ, അയാൾ ക്യാരിയർ ആയിരിക്കും പിടിച്ചത്. അയാളുടെ നെക്സ്റ്റ് ടോപ്പിലുള്ള ആളിനെ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേരെ പിടുത്തം കിട്ടി, ഈ ഒരു കാര്യം മാത്രം ചോദിച്ചാൽ മതി. 2 ഫിസിക്കൽ എഡ്യൂക്കേഷന് സ്കൂളുകൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു. കായിക ഇത് വേണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ കായികം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എത്ര സ്റ്റുഡൻസ് ഉണ്ടെങ്കിലാണ് ഫിസിക്കൽ ഇൻസ്ട്രക്ടറെ നിയമിക്കുക? അപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ ഇത് കൊണ്ടുവരേണ്ട കാര്യം എന്താ? അപ്പൊ അവിടെ സൂംബ കൊണ്ടുവരുമ്പോഴത്തേക്ക് വേറെ ചില അപ്പോയിന്റ്മെന്റിന് ഇൻസ്ട്രക്ടർമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അവിടെയും അവസാനം ഈ കുത്തഴിഞ്ഞ സംഗതി നടക്കുകയും ചെയ്യും. അധ്യാപകരും മറ്റു കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? ഫിസിക്കൽ എഡ്യൂക്കേഷന് അധ്യാപകർ നിയമിക്കാൻ പറ്റാത്തതിൽ എങ്ങനെ സൂംബ അധ്യാപകർ നിയമിക്കും? മൂന്നാമത്തെ സംഗതി കുട്ടികളുടെ റിലേഷൻഷിപ്പ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പ്രിൻസിപ്പലാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ളത്. കിഡ്സിനെ മാനേജ് ചെയ്യുന്ന എന്താ പറയാ, വാർഡനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണ്, ടീച്ചറോ, അവരുടെ കയ്യിൽ എന്തുണ്ട്? വടിയുണ്ട്. ഈ വടിയും കൊണ്ടാണ് കിഡ്സ്, അതായത് 5 years or below ഉള്ള കുട്ടികളെ. അപ്പോ അവിടെ എങ്ങനെ എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അധ്യാപക വിദ്യാർത്ഥി ബന്ധം എത്രത്തോളം ശരിയാക്കാൻ പറ്റുന്നുണ്ട്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അല്ലേ? അപ്പൊ ക്ലാസ്സിനെ കുറിച്ച് വേറെ അല്ലെങ്കിൽ അഭിപ്രായം പറയും. നമുക്ക് അറബിയിൽ ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങാൻ. അക്ബർ ഷാ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ നാട്ടിൽ തന്നെയാണ്. ഞാൻ സത്യത്തിൽ പുറത്തു പോകാൻ വേണ്ടി ഞാന് ഖത്തറിലേക്ക് പോകാൻ വേണ്ടി ആണ് അറബി ഇത് പഠിക്കാൻ വേണ്ടി ചേർന്നത്. പക്ഷെ അള്ളാന്റെ ഒരു വിധി കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എന്റെ മെഡിസിനൊക്കെ എന്തോ ഫെയിലായി. ഇപ്പൊ നാട്ടിലാണ്. എന്നാലും ഞാൻ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
പുറത്ത് പോകാൻ വേണ്ടിയാണ് ഇത് പഠിച്ചെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. അല്ല പിന്നെ ഇത് എനിക്ക് ആവശ്യമാണ്. ഇൻഷാല്ലാ നാളെ പിന്നെ ഇത് ലോകം പഠിച്ചാൽ മൊത്തം മതി. അപ്പൊ സംസാരിക്കും. അതൊക്കെ ഒരു നിമിത്തമാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മളെ ഖുറാൻ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ലാംഗ്വേജിലേക്കാണ് പോകുന്നത്. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. അറബിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ്. ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ PG സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. PG സെക്കൻഡ് ഇയർ വരെ പോയ ആളാണ്. അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്സ് കാരണമായി പരീക്ഷ എഴുതാൻ പറ്റിയില്ല. കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് രാത്രിയാണ് എൻ്റെ കയ്യിൽ കീ തരുന്നത്. പിറ്റേ ദിവസം രാവിലെ പോയി ഷോപ്പ് തുറക്കണം. ഷോപ്പിന്റെ ലൊക്കേഷനൊക്കെ അവർ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ഷോപ്പ് തുറന്നതിന് ശേഷമേ അവിടെ മറ്റ് സ്റ്റാഫുകളൊക്കെ വരും. അവര് വർക്കിന് സൈറ്റിൽ പോയിരിക്കുകയാണ്. എഞ്ചിനീയറൊക്കെ സൈറ്റിൽ പോകും. 8 മണിക്ക് അവരൊക്കെ സൈറ്റിൽ നിന്നും വരികയുള്ളൂ. അപ്പൊ 8 മണിക്ക് ഞാൻ പോയിട്ട് ഓഫീസ് തുറക്കണം, ഷോറൂം തുറക്കണം. ഞാൻ അങ്ങനെ ഷോറൂമിന്റെ കീ കൊണ്ട് ഷോറൂം തുറന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ അയാൾ എന്തോ സംഭവം പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു അതിന് മാ ആരിഫ് എന്ന് പറഞ്ഞു. അതിന് മാ ആരിഫ് എന്ന് പറഞ്ഞു. അയാൾ വീണ്ടും പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു മാ ആരിഫ് എന്ന് പറഞ്ഞു. അത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ വീണ്ടും അയാൾ ഞാൻ മാ ആരിഫ് എന്ന് പറഞ്ഞു. അല്ല മാ അതിരി എന്നാ പറഞ്ഞു കേട്ടോ. അല്ല മാ അതിരി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു അയാൾ ഇന്തല്ലാ തതിരി എന്ന് വീണ്ടും തിരിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല മാ അതിരി എന്ന്. അതാണ് ചോദിച്ച സംഭവം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ നമ്മള് പറയുമ്പോൾ ഫസ്റ്റിൽ അവർ പ്രതീക്ഷിക്കുക അവർ മാഫി മാലും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കൊളോക്കിയൽ ലാംഗ്വേജ് ആയിരിക്കും അവർ പ്രതീക്ഷിക്കുക. അപ്പൊ അവർക്ക് പെട്ടെന്ന് പിടി കിട്ടിയില്ലെന്ന് വരും. അതേസമയം നമ്മൾ സ്ഥൂലമായ ഭാഷ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ സ്ഥൂലമായ ഭാഷ പഠിച്ചാൽ എവിടെ ചെന്നാലും നമുക്ക് സംസാരിക്കാം. നെറ്റിലെടുത്ത് നോക്കിയാൽ നെറ്റിൽ ഒരുപാട് ഡയലക്ട് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കാണുന്നത്. പക്ഷെ നമ്മൾ ഡയലക്ട്സിലേക്കല്ല പോകേണ്ടത്, മറിച്ച് ഒറിജിനൽ ലാംഗ്വേജ് പഠിക്കുക. ഒറിജിനൽ ലാംഗ്വേജ് പഠിച്ചാൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈജിപ്തിൽ ചെന്നാലും ഉപയോഗിക്കാൻ പറ്റും, സൗദി അറേബ്യ ചെന്നാലും ഉപയോഗിക്കാൻ പറ്റും, അല്ല UAE ചെന്നാലും ഉപയോഗിക്കാൻ പറ്റും. അതേസമയം നമ്മൾ സ്പോക്കണാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ ഒരെണ്ണം പറഞ്ഞു തരും. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വേറെ ഒന്നായിരിക്കും കേൾക്കുക. അപ്പൊ പറയും ഉസ്താദ് പഠിപ്പിച്ചവരല്ല ഇവിടെ എന്ന് പറയും. അപ്പൊ അവിടെ സ്പോക്കണിലേക്കല്ല. ഉണ്ണൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, എവിടെ ചെന്നാലും പറയാൻ പറ്റും. അതേപോലെ ചില സ്ഥലത്ത് തന്നെ ഷുഫ് എന്നാ പറയാ. ഷുഫ് എന്ന വാക്ക് നമ്മൾ പഠിക്കുന്നില്ല. ഷുഫ് എന്നുള്ള വാക്കേ ഷുഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഷൂ എന്ന് പറയൂലേ, എന്ന് പറയൂലേ. എന്തിനാണ് ഷൂ എന്ന് പറയുന്നത്? ശ്രദ്ധിക്കാൻ വേണ്ടി ഷൂ എന്ന് വിളിക്കൂലേ നമ്മള്. അത് ഷുഫ് എന്നുള്ള വാക്കാണ്. ഷുഫിന് അറബിയിൽ എന്താ പറഞ്ഞ? ഷുഫ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ശ്രദ്ധിക്കൂ. അനമാഷുഫ് എന്നൊക്കെ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയൂ സാർ. ഇനി നിങ്ങൾ പറയുമ്പോ അനമാഷുഫ്തു എന്ന് വേണം പറയാൻ. അതൊക്കെ പണ്ട് പഠിച്ചത്. അനമാ അറഫ് എന്നൊക്കെ പറയും പണ്ട്. എന്നാ പറയേണ്ടത്, അല്ലെങ്കിൽ അനമാ ആരിഫ് എന്ന് പറയാം. ഈ നിങ്ങൾ പഠിച്ചതുപോലെ പറയണം. ഈ നമ്മള് സ്പോക്കൺ ലാംഗ്വേജ് പറഞ്ഞാലും നമ്മൾ പഠിച്ചതുപോലെയാണ് പറയേണ്ടത്. അവര് പറയുന്നത് കേട്ട് നമ്മൾ പഠിച്ചതാണ്. അവര് ലോക്കൽ അവര് പറയുന്നത് കേട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ പറയുന്നത് കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും അതില് താ പറഞ്ഞില്ല എന്ന് പറയും. മാ ഷുത്തു എന്ന് താ വരുന്നുണ്ട്, എഴുതി തരാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എഴുതി തരും. എന്നൊക്കെ ചോദിക്കല്ലോ അവര്. അപ്പൊ അതൊക്കെ നമ്മള് പിന്നെ കൂടാതെ വല്ലതും പറയാറുണ്ടോ? നമ്മൾ പിന്നെ കൂടാതെ പറയാം. പിന്നെ കൂടാതെ 10 മരത്തിന്റെ പേര് പറഞ്ഞാൽ ഒരു പിന്നെ അല്ലെങ്കിൽ 10 പിന്നെങ്കിലും പറയൂലേ? പിന്നെന്താണെന്ന് ചോദിക്കൂലേ? അതേപോലെയാണ് അവര് വായും ബായും യഥേഷ്ടം ഉപയോഗിക്കും. ഈജിപ്തുകാരാണെങ്കിൽ ബായായിരിക്കും ഉപയോഗിക്കുക, സൗദിയിലാണെങ്കിൽ വായായിരിക്കും ഉപയോഗിക്കുക, UAE-യിലും അതേപോലെയൊക്കെയാണ് വരിക. താരിഫു അറഫ അറിഞ്ഞു. താരിഫു നീ അറിയും. നിങ്ങൾ ഇപ്പോൾ ടെൻസ് പഠിക്കാൻ നിൽക്കണ്ട. നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ടെൻസ് പഠിക്കും. കുറെ വാക്കുകൾ വ്യത്യാസമുണ്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതിട്ട്. അവിടെയൊക്കെ സിച്ചിയിൽ നിന്ന് അവര് പറയാം. കത്തി എന്നുള്ളതിന് സിക്കിയിൽ നമ്മൾ പറഞ്ഞതിന് എന്താ പറഞ്ഞത്? അവര് സിക്കിയിൽ എന്നുള്ളതിനൊക്കെ സിച്ചിയിൽ എന്നൊക്കെ പറയും. സിത്തീനോ? കത്തിക്ക് പറയുന്ന വാക്ക് എന്താ കുഴപ്പം? അല്ല അവര് സിച്ചിയിൽ എന്നൊക്കെ പറയുന്നത്.
അവർ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ സ്ഥലം എവിടെയാണ്? ഞാൻ മണ്ണാർക്കാടല്ല. ഞാൻ ആദ്യം ചെല്ലുമ്പോ അവിടെ മലയാളികളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ അവര് വെറും തിരുവനന്തപുരത്ത് അറബികളാണ്. വന്നാൽ തിരുവനന്തപുരത്ത് വന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നാൽ നിങ്ങൾ പറയാൻ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ശരി. മനസ്സിലാവും? മണ്ണാർക്കാട് പറയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് വാക്കന്നെ വ്യത്യാസല്ലേ. ഒരു കൊച്ചു കേരളമാണ്. ഇവിടെ നിന്ന് മണ്ണാർക്കാട് വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? ദമ്മാമും റിയാദും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. ശരി. ദമ്മാമും റിയാദും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. തിരുവനന്തപുരത്ത് റിയാദ് ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത്. ആയിക്കോട്ടെ, വെയിൻ റോഹ് ചോദിക്കും. ശരിയാണ്, വെയിൻ റോഹ് ചോദിക്കും. റാഹ എന്ന് വേറൊരു വാക്ക് ഉപയോഗിക്കുന്നു. അതായത് നമ്മള് പിന്നെ റഹബ പോയി, അതുപോലെ മറ്റൊരു വാക്കാണ് റാഹ. ഓർമ്മ വരെയാണ് വെയിൻ റോഹ് ചോദിക്കും. അപ്പൊ ഈ ലെവലിൽ നെക്സ്റ്റ് ലെവലും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വെർബിലേക്ക് പോവുള്ളൂ. ആ വെർബ് പഠിക്കുന്നതിന് ഇതിൽ ഒരു ഓർഡർ ഉണ്ട്. ഇതില് നമ്മുടെ ഇതില് അണ്ടർസ്റ്റാൻഡ് ഖുറാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെർബ് പഠിക്കും. അപ്പൊ അക്ബർ ഷാ അണ്ടർസ്റ്റാൻഡ് ഖുറാൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതില് ഫീസൊക്കെ അടിച്ചതാണ്. എന്നിട്ട് ആ സമയത്താണ് എനിക്ക് ടെസ്റ്റിംഗ് കാര്യമൊക്കെ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ പഠിച്ചാൽ പെട്ടെന്ന് വെർബ് പഠിക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് ഖുറാൻ കൂടെ പഠിക്കാം. എന്റെ വാട്സപ്പ് ക്ലാസ് ഉണ്ട്, അത് ചേരാം. പിന്നെ വേറെ ക്ലാസ്സിനെ കുറിച്ച് വേറെ അഭിപ്രായങ്ങൾ? വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. അലി നമ്മൾ തൃശ്ശൂർ എവിടെയെന്ന് പറഞ്ഞു? തൃശ്ശൂർ എന്നല്ലേ പറഞ്ഞത്? വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിയാണ്. ചെറുതുരുത്തിയൊക്കെ അടുത്തായിട്ട് വരും. ചെറുതുരുത്തി, ഷൊർണൂര്, പട്ടാമ്പി അതിന്റെ ഇടയിൽ വരും. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് എന്താ പറയുന്നത്? പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ടോ? വടക്കാഞ്ചേരി, ഓട്ടുപാറ, വടക്കാഞ്ചേരി 2 ബസ് സ്റ്റാൻഡ് ഉണ്ട് അടുത്തടുത്ത്. അപ്പം വടക്കാഞ്ചേരി ആ ഭാഗത്തോടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വടക്കഞ്ചേരി വടക്കാഞ്ചേരി ബസ് സ്റ്റോപ്പ് ഉണ്ട്. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതെ, 2 ബസ് സ്റ്റാൻഡ് ഉണ്ട്. 2 ബസ് സ്റ്റാൻഡ് അവിടെ വന്നിട്ടുണ്ട് ഞാൻ. അതായത് തൃശ്ശൂർ ഇറങ്ങിയിട്ട് വടക്കാഞ്ചേരി പോയിട്ട് പിന്നെ വേറെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. കുന്നംകുളം, എളനാട്. എളനാട്. അങ്ങനെ പോവാം. എളനാട് പോകുന്നതിന് തൃശ്ശൂർ ഇറങ്ങിയിട്ട് വടക്കാഞ്ചേരി പോയിട്ടല്ലേ പോകുന്നത്? വടക്കാഞ്ചേരി ഓട്ടുപാറ സ്റ്റാൻഡിൽ ഇറങ്ങിണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പോയി. അവിടുന്ന് അങ്ങനെ പോവാം. എളനാട്. എന്താ സാറേ അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എളനാട് ഏത് ഭാഗത്താണ്? എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. നമ്മൾ അവിടെ കാട് പ്രദേശല്ലേ? നാട്ടുപ്രദേശമാണ്. ഷറഫു സാഹിബ്, ഖുർആൻ ഓതുമ്പോ അർത്ഥം മനസ്സിലാക്കുന്ന രൂപത്തിൽ ഓതാൻ പറ്റുന്നുണ്ട് ഈ പഠനത്തിലൂടെ. മറ്റും പഠിക്കുന്നുണ്ട്, അതോടൊപ്പം ഇതും കൂടിയാവും കുറച്ചും കൂടിയും നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഖുർആൻ പഠിച്ചെങ്കിൽ മാത്രമേ വെർബിന്റെ ഘടന നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റൂ. അല്ല, ഖുത്തുബൊക്കെ മനസ്സിലാവുന്നുണ്ട് കുറച്ചും കൂടെ ആദ്യത്തെക്കാൾ കൂടുതൽ. ഖുത്തുബ പറയുമ്പോഴൊക്കെ. ഖുത്തുബ നിങ്ങൾ അറബി ഖുത്തുബാണോ കേൾക്കാൻ പോകുന്നത്? അറബി ദുബായ് പോകുമ്പോ അറബി വെക്കും. ഇവിടെ ആവുമ്പോ ദുബൈയിലെ സ്ഥിരം സന്ദർശകയാണ് അല്ലേ നിങ്ങൾ? ഇടയ്ക്ക് പോകും, കുട്ടികളവിടെ ആയതുകൊണ്ട്. ഹരീര എന്ത് പറയുന്നു? നല്ല ക്ലാസ് ആണ്. അതിനുശേഷം കൂടുതൽ വല്ലതും പഠിച്ചോ? നമ്മള് പഠിച്ചിട്ട് ഇതിൽ വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കിട്ടിയോ? ഇല്ല. ഇതില് കൂടുതൽ കാര്യങ്ങൾ കിട്ടി, മറ്റേ അണ്ടർസ്റ്റാൻഡ് ഖുർആനേക്കാളും. അതെ, വഴുതക്കാട് നമ്മൾ പഠിച്ചിട്ട് ഇവിടെ വന്നപ്പോ വേറെ ലെവലിലാണ്. ഇതിൽ വരുമ്പോ വേറെ ലെവലാണ്. അതെ, ഒരുപാട് പുതിയ വാക്കുകളൊക്കെ. സീനിയർ സിറ്റിസൺ ആണ് കേട്ടോ. ഞാൻ പേര് വിളിച്ചെന്നുള്ളേ ഉള്ളൂ. എന്താ വിളിക്കണം? പേരൊക്കെ വിളിക്കാം, ഒരു കുഴപ്പമില്ല.
3 കൊല്ലം നമ്മള് ക്ലാസ്സിൽ ഇരുന്നല്ലേ അതെ അതെ അതെ. റിട്ടയർ ആയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 25. റിട്ടയർ ആയിട്ട് 25 വർഷമായി. ഓ 80 വയസ്സായി. 55 റിട്ടയർ ആ ചെയ്തു. അപ്പൊ എന്നെക്കാളും 25 വർഷമുണ്ട്. മൂത്ത ആളാണ്. അൽഹംദുലില്ലാ. എന്നാലും ഇപ്പം വിദ്യാർത്ഥിയായിട്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട് കേട്ടാ. കാരണം നമ്മൾ അന്ന് പഠിച്ച ആൾക്കാർ വീണ്ടും തുടർന്ന് അതെ അതെ. പഠിക്കണമെന്ന് കേൾക്കുമ്പോഴേ. നമുക്ക് ഉസ്താദിനെ കിട്ടിയതിൽ വളരെ സന്തോഷം. അതെ അതെ. ഈ പ്രായത്തിലും നമ്മോടൊപ്പം ക്ലാസ്സിൽ അതെ, ചേരുന്നുണ്ടല്ലോ. മാഷാ അല്ലാ. പഠിക്കണമെന്നുണ്ട്. അൽഹംദുലില്ലാ. ഉമ്മ എന്ത് പറയുന്നു? അൽഹംദുലില്ലാ ഉസ്താദ്. ഉസ്താദിനെ അറിയാലോ, ഒന്നുമേ അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാന്. ബേസിക് ലെവലിൽ നിന്ന് ആൽഫബറ്റിൽ നിന്നും ഇവിടെ വരെ എത്തി. അൽഹംദുലില്ലാ. പറഞ്ഞാലും മതിയാവാത്ത കടപ്പാടുണ്ട് ഉസ്താദിനോട്. അൽഹംദുലില്ലാ. കാരണം അണ്ടർസ്റ്റാൻഡ് ഖുറാൻ, കമ്മ്യൂണിക്കേറ്റീവ് അറാബിക്, ഇഫ്ദ്, അങ്ങനെ ഇതൊക്കെ വന്ന് പെട്ടത് ഉസ്താദ് കാരണമാണ്. ഉസ്താദിനെ അറിയാലോ, എന്റെ കാര്യം എല്ലാം അറിയാലോ. നിങ്ങളൊന്ന് പറയൂ. അപ്പം കാരണം എല്ലാവരും മനസ്സിലാക്കട്ടെ. വിരോധം അല്ലെങ്കിൽ ഞാനായിട്ട് പറയണ്ട, നിങ്ങൾ പറഞ്ഞാല്. ആക്ച്വലി ഞാനൊരു റിവേർട്ടാണ്. 2.5 years ആവണു. ഉസ്താദിന്റെ കീഴിലാണ് ഞാൻ ആൽഫബറ്റ്സ് പഠിച്ചത്. അവിടെ നിന്ന് അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ഖുറാനിലേക്ക് കയറി. അതിലിപ്പോ 3rd സെമ്മിലെ വിദ്യാർത്ഥിനിയാണ്. ഇപ്പോ കമ്മ്യൂണിക്കേറ്റീവ് അറബി ഭാഷ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ഉസ്താദിന്റെ ഈ ഇത് കണ്ടത്. അങ്ങനെ ഇതിൽ കയറി. ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ വിചാരിച്ച കാര്യങ്ങളിലെല്ലാം എനിക്ക് റബ്ബ് വന്നിട്ട് ഉസ്താദിലൂടെയാണ് വഴി കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇന്റൻഷൻ പ്യുവർ ആണെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്നിനെ ആഗ്രഹിച്ച് അതിന്റെ പുറകിൽ പോയാൽ നമുക്ക് ആ വഴികൾ എളുപ്പമായിരിക്കും. എന്റെ കാര്യത്തിൽ അതാണ് ഞാൻ ഫീൽ ചെയ്യണത്. റാങ്ക് കിട്ടി? ഫസ്റ്റ് സെമ്മിന്റെ റിസൾട്ട് മാത്രം വന്നിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. 100% വന്നിട്ടില്ല. അൽഹംദുലില്ലാ. നന്നായിരുന്നു, നന്നായി എഴുതിയിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നുണ്ട്, റാങ്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊന്ന് ആഡ് ചെയ്യട്ടെ. ഉമ്മ നമുക്കൊരു ക്ലാസ് ഇട്ട് തന്നു. വളരെ നന്നായിട്ട്. ഞാൻ പേഴ്സണലി അറിയില്ല, പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് നമ്മളെ ക്ലാസ് ഇട്ട് തന്നു. നമ്മളൊരു ഗ്രൂപ്പ്, ഫീമെയിലിന്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിമൻസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഞാനാണ് ഈ ക്ലാസ് ഇപ്പൊ 7th ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. വളരെ നല്ല രീതിയിൽ നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് പ്രത്യേകം പ്രത്യേകം പറയാം. മഹൻ സുഖായിരിക്കണു. അൽഹംദുലില്ലാ. പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ദുആയിൽ ഉൾപ്പെടുത്തണം. ചൊല്ലി. അൽഹംദുലില്ലാ. അപ്പൊ ഇപ്പോ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ അതും ഇതും ഒപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, ഉസ്താദിനോട് ചോദിച്ചിരുന്നു. അപ്പൊ അതില് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ് സെപ്റ്റംബറിലാണ് ഇൻഷാ അല്ലാഹ് തുടങ്ങുള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഹിദായത്ത് കിട്ടാനും അപ്പൊ അത് ഉമ്മ ഒരു ഉദാഹരണമാണ്. കാരണം വളരെ ഹിക്മത്തോടു കൂടിയാണ് ഫാമിലി ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ തന്ത്രപൂർവ്വം. പിന്നെന്താ പറയാ, നമ്മള് എപ്പോഴും എല്ലാവരും സ്വീകരിക്കുന്ന ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ലെവലിലല്ല. പിന്നെ കുടുംബത്തിന് അതിൻ്റെതായ സഹകരണം കിട്ടുന്നുണ്ട്. അരോചകമില്ലാത്ത രീതിയിലായിരിക്കും അത് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. പരസ്പരം എന്താ പറയാ, പരസ്പരം സഹകരിക്കാവുന്ന രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് മകനും ഷഹാദത്ത് ചൊല്ലിയത്. അതെ, മോളും റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷെ മോള് 15 വയസ്സാവണേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ആയത് കാരണം അവള് വരണമെന്ന് ഭയങ്കര താല്പര്യം. പക്ഷെ പഠിച്ചു വരാനാണ് ഞാൻ പറയുന്നത്. പഠിച്ചു വന്നാൽ അതിന് വാല്യൂ ഉണ്ടാവുമല്ലോ. ഇപ്പൊ മോനാണെങ്കിലും പഠിച്ചു വന്നതാണ്. കാരണം നമ്മള് ചെയ്തു, നമ്മള് പറഞ്ഞിട്ട് വരരുത്. പഠിച്ചു വരികയാണ് നല്ലതാവും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ മോൻ അവനായി പഠിച്ചു, അവനായിട്ട് വന്നു. അൽഹംദുലില്ലാ. അതേപോലെ അവൾക്കും കൂടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഉസ്താദിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. വലിയൊരു, എന്റെ ജീവിതത്തിന്റെ വലിയൊരു റോളാണ്. ഒരു എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. ദുആ ചെയ്യാ. ഞാൻ പറയുന്നില്ല, ഞാൻ ഒരുപാട് കാര്യം ചെയ്യുന്നു പറയുന്നില്ല. നമ്മളിങ്ങനെ
ലളിതമായ കാര്യങ്ങളൊക്കെ പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, എന്റെ ക്ലാസ് അണ്ടർസ്റ്റാൻഡ് ഖുറാന്റെ ക്ലാസ് ആയിരുന്നാലും ഈ ക്ലാസ് ആയിരുന്നാലും ഒരുപാട് പ്രസംഗങ്ങളോ ഒരുപാട് ഉപദേശങ്ങളോ പറയുന്നത്. പക്ഷെ ചെറിയ ചെറിയ ഹിന്റുകൾ, ക്ലൂകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പൊ ജനങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ചെയ്യേണ്ടതൊക്കെ അറിയാം. നമ്മളതിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുന്നു. ഏതായാലും എല്ലാവരും ദുആ ചെയ്യുക, എനിക്ക് വേണ്ടിയും പരസ്പരം എല്ലാവർക്കും വേണ്ടിയും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നേരിടാൻ, ആ സാഹചര്യങ്ങള് ഇപ്പൊ ഉമ്മയുടെ പോലുള്ള സാഹചര്യങ്ങളൊക്കെ അത് എന്താ പറയാ സ്മൂത്തായിട്ട് വരിക എന്ന് തന്നെ ഒരു സംഭവം തന്നെയാണ്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. കൂടുതൽ ടെൻഷൻ ഇല്ലാത്ത അവസ്ഥയിൽ പോകുന്നത് അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെയാണ് സ്മൂത്തായിട്ട് ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കി കടന്നു വരുന്നത്. അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും അങ്ങനെ തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി വരട്ടെ എന്ന് അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അടുത്ത ലെവലിനെ കുറിച്ചുള്ള സംഗതികൾ വരും പരീക്ഷ കഴിഞ്ഞിട്ട്. പിന്നെ നമ്മളെന്തോ ഫീസിന്റെ കാര്യം കുറച്ച് പറഞ്ഞിരുന്നു, അത് കഴിയുന്നവരടയ്ക്കുക, ഇല്ലാത്തവര് നമുക്ക് പരിഭവമൊന്നുമില്ല. അപ്പൊ ഞാനത് നിശ്ചയിച്ചിട്ടില്ല എത്ര എമൗണ്ട് എന്നുള്ളത്. എക്സസൈസ് ഒക്കെ വരും, എക്സസൈസ് ഫീസിന്റെ കാര്യങ്ങൾ വരും ഇൻഷാല്ലാ ഗ്രൂപ്പിലിടും. ഓക്കെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ വരുന്ന ആഴ്ച ഈ എക്സസൈസ് തീർക്കാനുള്ള പിന്നെ എന്താ പറയാ സംഗതിയാണ്, ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് പരീക്ഷയായിരുന്നു. നിങ്ങൾക്ക് പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ 2 weeks കഴിഞ്ഞിട്ട് അഭിപ്രായം ഉണ്ടോ? ഒരാഴ്ച പോരാ, 2 ആഴ്ച വേണമെന്ന് ആരെങ്കിലും അഭിപ്രായം? ചില ആൾക്കാർക്ക് മറന്നുപോകും. റഷീദ് സാറിനെ പോലുള്ളവർ എന്തായാലും മറക്കും. അല്ല, 2 ആഴ്ച കിട്ടൂല. അടുത്ത ആഴ്ച അസൈൻമെന്റ് ഒക്കെ നോക്കി തീർക്കാം. പിന്നത്തെ ആഴ്ച എക്സാം നടക്കണം. അപ്പൊ 2 ആഴ്ച കിട്ടണ്ടല്ലോ. അതെ, അതായത് 8-ാം തീയതി കഴിഞ്ഞിട്ട് 15-ാം തീയതി നടത്തണമെന്നാ പറയുന്നത്. അതെ, ആ 15-ാം തീയതി. അപ്പൊ 15-ാം തീയതി വരുമ്പോ 2 ആഴ്ചയായി. കൂടുതലായി കഴിഞ്ഞാൽ പഠിക്കില്ല. അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവോ? അടുത്ത ആഴ്ച ക്ലാസ് ഇല്ല. ഓക്കെ, إن شاء الله. الله توفيق جيته. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت. السلام عليكم ورحمة الله وبركاته.